നേരെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ UNOയിൽ നടക്കേണ്ടിയിരുന്ന മീറ്റിങ്ങിനെ ദൈവകരങ്ങളിൽ വെക്കുകയും അതേസമയത്ത് ഇതൊക്കെയും സംഭവിക്കേണ്ടതാണ് എന്ന് ദൈവവചനം വായിക്കുകയും എന്നാൽ ദൈവത്തിൻ്റെ സമയത്തിന് മുന്നമേ സംഭവിക്കാതെ വണ്ണം കർത്താവെ സഹായിക്കണേ എന്ന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ആ മീറ്റിംഗ് 15-ാം തീയതി നടന്നില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റാണ്. ആ മീറ്റിംഗ് 15-ാം തീയതി നടന്നില്ല. 15-ാം തീയതി നേരം വെളുക്കുന്നതിന് മുന്നമേ തന്നെ യൂറോപ്പിൽ മൊത്തമായി ഒരു ഭൂകമ്പമുണ്ടായി. ആ ഭൂകമ്പത്തെ തുടർന്ന് ഒത്തിരി രാജ്യങ്ങളിൽ അതുണ്ടായി. ആ ഭൂകമ്പത്തെ തുടർന്ന് കൊടുമഴയും കാറ്റും വെള്ളപ്പൊക്കവുമായി റോഡേയുടെ വാഹനങ്ങൾ പോകാഞ്ഞതുകൊണ്ട് പാരീസിൽ എത്തിച്ചേർന്ന 70 രാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് അവർ താമസിച്ചിരുന്ന ഹോട്ടലുകളിൽ നിന്ന് UN ബിൽഡിംഗ് വരെ പോകാൻ ഒക്കാതെയാകുകയും UN ബിൽഡിങ്ങിനകത്തെ ഇലക്ട്രിസിറ്റി ഫെയിലായതുകൊണ്ട് അവിടെ ആർക്കും കയറാൻ ഒക്കുകയും ചെയ്യാതെയായി. അങ്ങനെ കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് നടന്നില്ല. ഇതാണ് ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ. അത് കറക്റ്റാണ്, തെറ്റുവാൻ വഴിയില്ല. ദൈവം ഒരു പ്രാവശ്യം എഴുന്നേറ്റ് പ്രവർത്തിച്ചത് കണ്ടു. ദൈവം എഴുന്നേറ്റ് പ്രവർത്തിക്കുമ്പോഴൊക്കെയും ഇങ്ങനെയുള്ള അപൂർവ സംഭവങ്ങൾ നടക്കുന്നതായി കാണാം. എഗൻസ്റ്റ് ദ ഓഡ്സ് എന്ന ഒരു ചിത്രീകരണത്തിലൂടെ ഇസ്രയേലിൻ്റെ ഒരു ഡോക്യുമെൻ്ററി അവർ തന്നത് ഏതാണ്ട് 1 മണിക്കൂർ ശിഷ്ടമുള്ളത് നമ്മൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് പുറകിലാണ് കാണിച്ചത്. അതിനകത്തൊക്കെയും കാണുമ്പോൾ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി എഴുന്നേറ്റ് നിന്ന് യുദ്ധം ചെയ്യുന്ന ചില രംഗങ്ങൾ കാണുവാൻ കഴിയും. അതിലൊന്നാണ് ഇതുമെന്ന് കരുതാം. വേറെ ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു. പക്ഷേ ഇസ്രയേലിൽ നിന്ന് എന്തായിരിക്കും? ഞാൻ ഈ ആശയത്തിൽ നിൽക്കത്തില്ല. ഞാൻ പുതിയ നിയമസഭയിലേക്ക് അതിവേഗത്തിൽ വരാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതിനെ ഒന്ന് തൊട്ടിഞ്ഞു പോരുന്നു എന്ന് മാത്രം. ഇസ്രയേൽ ഇന്ന് എന്തായിരിക്കും? സഖരിയാവിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഇന്ന് വാക്യമൊന്നും വായിച്ചു തീർക്കാൻ ഒക്കത്തില്ല, അതിനേക്കാൾ കൂടുതൽ വാക്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇസ്രയേൽ അഥവാ യെരുശലേം സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമായിരിക്കും. പ്രത്യേകിച്ച് അതിൻ്റെ വട്ടത്തിലുള്ളവർ ഇതിനെ ഓർത്ത് ഭയപ്പെടുന്നതിന് യാതൊരു കണക്കും കയ്യുമില്ല. ഇതൊരു പരിഭ്രമപാത്രമായിരിക്കും. അടുത്തത്, ഇറ്റ്സ് ബേർഡ്സ് ഇതൊരു കഠിനതയേറിയ കല്ല്. ആരുടെയേലും മേലി കല്ല് വീണാൽ അതിനെ ധൂളിപ്പിക്കുമെന്ന് ക്രിസ്തുവിനെക്കുറിച്ചൊരു പ്രവചനമുണ്ട്. ഇവരും കഠിനതയേറിയ ഒരു കല്ലാണ്. ഇതിനെ തൊടുന്നവനൊക്കെ മുറിവേക്കും. ഇതിനെ ചുമക്കുന്നവൻ ആരായാലും അനുകൂലം പോലും പ്രതികൂലം പോലും അടുത്താൽ മുറിവേറ്റിരിക്കും. ഇസ്രയേലിന് ദൈവം അങ്ങനെ മാറ്റിയിരിക്കുന്നൊരു കാലമാണ്. അതിന് വിരോധമായി ലോകത്തിലെ സകല രാജ്യങ്ങളും ഒരുമിച്ച് ചേരണം എന്ന ദൈവപ്രമാണമാണ്. ഭരണാധികാരികൾ, രാജാക്കന്മാർ, സകല രാജ്യങ്ങളും സകല ജാതികളും ഒരുമിച്ച് കൂടണം. അതിനെയാണ് UNO എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ UNO അതിനെതിരായി വരും. വിത്ത് ഓൾ ദാറ്റ്, എതിർ ക്രിസ്തുവുമായി ഇസ്രായേൽ ഒരു ഉടമ്പടിയിൽ, ഒരു ഉഭയസമ്മതത്തിൽ വന്നേ മതിയാകും. എതിർ ക്രിസ്തുവുമായി അവരൊരു ഉടമ്പടിയിൽ വരികയും 7 വർഷത്തേക്കുള്ള ഒരു കരാർ അവർ തമ്മിൽ ആകുകയും വേണം എന്നത് നിർബന്ധമാണ്. അതിൽ 2ാമത്തെ പകുതിയാകുമ്പോൾ 7 വർഷത്തേക്ക് അവർ തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടായാൽ അതിൽ പകുതി സമയമാകുമ്പോൾ ആദ്യത്തെ 3.5 വർഷം കഴിഞ്ഞാൽ ഈ നിയമം ലംഘിക്കപ്പെടുകയും വിശുദ്ധമായ സ്ഥലം അഥവാ വിശുദ്ധ ദേവാലയം, അവർ പണിയുവാനുള്ള ദേവാലയം വീണ്ടും അപമാനിക്കപ്പെടുകയും ചെയ്യും എന്ന് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ കാര്യം നമ്മുടെ കർത്താവായ യേശു എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ അധർമ്മമൂർത്തിയായവൻ വെളിപ്പെട്ടു വരികയും ദൈവമെന്നോ ആരാധനാ വിഷയമെന്നോ പേരുള്ള സകലത്തിൻ്റെയും മീതെ തന്നെത്താൻ ഉയർത്തുകയും ചെയ്യും. മറക്കല്ല്, ദൈവമെന്നോ ആരാധനാ വിഷയമെന്നോ പേരുള്ള സകലത്തിൻ്റെയും മീതെ, എങ്കിൽ സകല ക്രിസ്തീയ ആരാധനകൾക്കും മീതെ തന്നെത്താൻ ഉയർത്തുവാൻ ശ്രമിക്കുന്ന ഒരു എതിരാളിയായിരിക്കും അവൻ. അവസാനം യെരുശലേം ദേവാലയത്തിൻ്റെ അകത്ത് കയറുകയും തൻ്റെ പ്രതിമ അവിടെ സ്ഥാപിക്കണം എന്ന് പറയുകയും ചെയ്യും. അല്ലെങ്കിൽ തൻ്റെ ഐക്കൺ, തൻ്റെ മാതൃക, തൻ്റെ സ്വരൂപം അവിടെ ഉണ്ടായിരിക്കണം എന്ന് വാദിക്കുകയും ചെയ്യും. പുതിയ നിയമസഭയ്ക്ക് ഇത് ബാധകമാണോ? നിശ്ചയമായും ബാധകമാണ്. ആകയാൽ യേശു അക്കാര്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:15 മർക്കോസിൻ്റെ സുവിശേഷം 13:14 യേശു ഇതേ കാര്യം എടുത്തു പറഞ്ഞു. ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള ആരാധനാ വിഷയമെന്നോ, നമ്മുടെ സാധാരണ മലയാളം ബൈബിളിൽ പൂജാവിഷയമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞത്. ദൈവമെന്നോ ആരാധനാ വിഷയമെന്നോ പേരുള്ള സകലത്തിൻ്റെ മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണ്. ഇന്ന് ഞങ്ങളിവിടെ നിന്ന് വിശുദ്ധി പ്രസ്താവിക്കുന്നത് പോലെ തന്നെ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ, ദൈവസഭകളിൽ വിശുദ്ധിക്കെതിരെ പ്രവചിക്കുവാൻ അവൻ എഴുന്നേറ്റിരിക്കും. ഇത് സംഭവിക്കുമ്പോൾ ആൻഡ് ഇറ്റ് ബിക്കം ഡെസല്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായി അത് വ്യാപരിക്കും, അതിശക്തമായി അത് വ്യാപരിക്കും. ഇത് യേശുവും എടുത്തു പറയുന്നുണ്ട്. ദൈവസഭയ്ക്കകത്തും ഇത് നടക്കും. ഇറ്റ്സ് വെരി ബാഡ്, ഇറ്റ്സ് ഗോയിങ് ടു ബി മിസറബിൾ എന്നീ ആശയങ്ങളാണ് യേശു പറഞ്ഞത്. ഒരു വശത്ത് എതിർ ക്രിസ്തു അതിൻ്റെ 666 ഭരണവുമായി മുൻപോട്ട് വരുന്നു. ബയോചിപ്പുകൾ വ്യത്യസ്ത രൂപങ്ങളിൽ പുറത്തു വരുന്നു. അത് വെച്ച് ഭരണം നടത്തുന്നു. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം ഭയങ്കരമാകുന്നു. സഭയ്ക്കകത്തോ അകത്തുള്ളവരെ പിശാചിന് കൊടുക്കേണ്ടതിന് വേണ്ടി ഇതിനകത്ത്
അകത്ത് അബോമിനേഷൻസ് പ്രസംഗിക്കുന്ന ഒരു സമയമുണ്ടാകും, പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമയമുണ്ടാകും. അത് നമ്മളെ കാലഘട്ടത്തിലാണ്, നമ്മൾ ഓൾറെഡി അന്ത്യകാലത്താണ് എന്ന് മറക്കരുത്. ഇതെപ്പോഴാണ് സംഭവിക്കേണ്ടത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് അതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുന്നത് കാണുന്ന തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുന്നമേ എൻ്റെ തലമുറ, അങ്ങനെയാണെങ്കിൽ ഈ തലമുറ, എന്നേക്കാൾ പ്രായമുള്ളവരിവിടെ ഉണ്ട് നിശ്ചയമായും. 1948 കണ്ടു തുടങ്ങിയവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്കന്ന് 2 വയസ്സ് കഷ്ടിച്ചേ ഉള്ളൂ. അന്നാണ് ഇസ്രായേൽ ജനം ഒന്നിച്ച് യെരുശലേമിൽ മടങ്ങി വരുന്നതും അവരുടെ സ്ഥലം അവർക്ക് തിരിച്ചു കിട്ടുന്നതും. അത് കണ്ട തലമുറ ഞാൻ ആ കൂട്ടത്തിൽ പെടുന്നതാണ്. ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ അതിനപ്പുറത്ത് ജനിച്ചവരാണ്, അതിനുശേഷം ജനിച്ചവരാണ്. എന്നേക്കാൾ പ്രായമുള്ളവർ, എന്നേക്കാൾ മുമ്പേ അല്പം കൂടെ അറിവോടുകൂടെ അത് കണ്ടവരാണ്. ആ തലമുറ നീങ്ങിപ്പോകുന്നതിന് മുന്നമേ, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന തലമുറ നീങ്ങിപ്പോകുന്നതിന് മുന്നമേ യേശുവിൻ്റെ മടങ്ങിവരവ് സംഭവിച്ചേ മതിയാകൂ. ഈ തലമുറ അത് കണ്ടിരിക്കും. ഇത് അങ്ങനെയാണെങ്കിൽ ഈ തലമുറയിൽ നമ്മൾ ഏറ്റവും അധികം റെഡിയായിരിക്കേണ്ടവരാണ് എന്ന് മറക്കരുത്. നമ്മൾ അബ്രഹാം മുതൽ മോശ വരെയുള്ള ചരിത്രമെടുത്തു. അബ്രഹാം തികഞ്ഞ ജാതിയായിരുന്നു. തൻ്റെ പിതാവും വല്യപ്പച്ചനും ജാതികളായിരുന്നു. അവിടെ മുതൽ അദ്ദേഹം തികഞ്ഞ ജാതിയായിരുന്നു. ജാതിയിൽ നിന്ന് ദൈവം ഒരു അബ്രഹാമിനെ വേർതിരിച്ചു. തൻ്റെ ഭാര്യ ജാതിയിൽ നിന്ന് എടുക്കപ്പെട്ടവളാണ്. തലമുറകൾ കൊണ്ടവർ മാറി 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 വന്നു. മോശയുടെ കാലമായതോടെ സംഗതി നേരെയായി. 400 വർഷം അബ്രഹാമിനെ ദൈവം വിളിച്ചത് മുതൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് മോശയെ വിളിച്ചത് മുതൽ, മോശയെ ദൈവം വിളിച്ചു, അവിടെ മുതൽ സംഗതികൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ടായി. മോശ ഹി വാസ് എ പെർഫെക്റ്റ് ദൈവമായ മനുഷ്യനായിരുന്നു. അബ്രഹാമിനെ വിളിക്കുമ്പോൾ അദ്ദേഹം ജാതിയായിരുന്നു. ആ ജാതിയായിരുന്ന സാഹചര്യത്തിൽ നിന്ന് അവരെ റിഫൈൻ ചെയ്ത് ഒടുവിൽ ദൈവത്തിൻ്റെ വിശുദ്ധ പ്രമാണപ്രകാരം ജനിച്ച് ജീവിച്ച ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന് പറയത്തക്കവണ്ണം, ദൈവത്തിൻ്റെ വചനം തനിക്ക് കൈമാറത്തക്കവണ്ണം ദൈവിക പെർഫെക്ഷനിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ നൂറ്റാണ്ടുകൾ എടുത്തു. ആ നൂറ്റാണ്ടുകൾക്ക് ശേഷം ദൈവം തൻ്റെ വചനത്തെ മോശയ്ക്ക് കൈമാറി. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പവിത്രത ഇവിടെ മറക്കരുത്. ജാതികളിൽ നിന്ന് വിളിച്ച് അബ്രഹാമിനോട് ദൈവം നേരിട്ട് സംസാരിച്ചെങ്കിലും ദൈവത്തിൻ്റെ വചനം അങ്ങനെ കൈമാറുവാൻ, പൂർണ്ണ അളവിൽ അത് കൈമാറുവാൻ ആ തലമുറയെ കൊള്ളുകയിലായിരുന്നു. അബ്രഹാമിൻ്റെ തലമുറയെ കൊള്ളുകയിലഞ്ഞതിനാൽ ദർശനങ്ങളിൽ, വെളിപ്പാടുകളിൽ ദൈവം ഇടപെടുകയും പലപ്പോഴും നേരിട്ട് വന്ന് ദൈവത്തോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും വചനം അതിൻ്റെ ഗൗരവത്തിൽ കൈമാറുവാൻ ആ തലമുറയ്ക്ക് ഒക്കത്തില്ല. അത് പാലിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. ആകയാൽ നൂറ്റാണ്ടുകൾ കാത്തിരുന്ന ഒരു റിഫൈൻ ജനറേഷനെ ദൈവം വെളിയിൽ കൊണ്ടുവന്നു. അതായിരുന്നു മോശയുടെ തലമുറ. നമ്മുടെ തലമുറയ്ക്കൊരു പ്രത്യേകതയുണ്ട്, മോശയുടെ തലമുറയ്ക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇവിടം വരെ ആളുകളെ കൊണ്ടുവരേണ്ടതിന് ലീഡർഷിപ്പിലേക്ക് വിളിക്കപ്പെട്ട ഓരോരുത്തരെ, ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെ ഉള്ളിൽ നിന്ന ഓരോ സമൂഹത്തെ കർത്താവ് ഉടച്ചു പണിതു. ദൈവം അവരുടെ വഴിയിൽ അവരെ ഇൻ്ററപ്റ്റ് ചെയ്തു. അവർ പോയിരുന്ന വഴിയിൽ നിന്ന് അവരെ പിടിച്ചു കുലുക്കി മാറ്റി. ദൈവം അവരെ ഉടച്ചു. ദൈവം അവരെ ഉരുക്കി തൻ്റെ മൂശയിലിട്ട് വാർത്ത് ഒരു പുതിയ രൂപത്തിലെടുത്തു. അങ്ങനെ ഇന്ന് അബ്രഹാമിൻ്റെ കാലത്ത്, മോശയുടെ കാലത്ത് കണ്ട ആ അളവിലേക്ക് ജനത്തെ വളർത്തിയെടുക്കുകയും മോശയുടെ കാലത്ത് ദൈവത്തിൻ്റെ വചനം അവർക്ക് കൈമാറുകയും ചെയ്തു. നമ്മളിത് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. അങ്ങനെ സീനായി മലയുടെ മുകളിൽ വെച്ച് മോശയുടെ കയ്യിൽ ദൈവം 10 കൽപ്പനകൾ കൈമാറി. ഞാൻ 10 കൽപ്പനകളെക്കുറിച്ച് തുടർന്ന് എടുക്കുമ്പോൾ 2 വാക്യം ഒന്നുകൂടെ ആവർത്തിച്ച് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആവർത്തനം 33:2, പുറപ്പാട് പുസ്തകം 19:16 മുതൽ 18 വരെ. ഞാനിത് വാക്യം കുറിച്ചുകൊണ്ട് വന്നിട്ടില്ല. ഐം സോറി, ഇച്ചിരി വേഗത്തിൽ പോവുകയായിരിക്കും. അതുകൊണ്ട് എടുത്തു വായിച്ച് സഹായിക്കണേ എന്നപേക്ഷിക്കുന്നു. ആവർത്തനം 33:2. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ സീനായിൽ നിന്ന് വന്ന് അവർക്ക് സേയിരിൽ നിന്ന് ഉദിച്ച് പാറാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി ലക്ഷോപിലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്ന് അവർക്ക് വേണ്ടി അഗ്നിമയമായ ഒരു പ്രമാണം അവന്റെ വലങ്കയിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വലങ്കയിൽ അഗ്നിമയമായ ഒരു പ്രമാണം എടുത്തു എന്ന് പറഞ്ഞാൽ ആ പ്രമാണം എഴുതി കൊടുത്തത് ഒരു കല്ലേല, കൽപ്പലകകളിൽ 2 കൽപ്പലകകളിലാണ് എഴുതി കൊടുത്തത്. ആ എഴുതി കൊടുത്തത് തൻ്റെ വലങ്കൈ കൊണ്ടാണ്, തൻ്റെ വിരലുകൾ കൊണ്ട് ദൈവം എഴുതി എന്നാണ് എഴുതിയിരിക്കുന്നത്, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. കാലങ്ങൾക്ക് ശേഷം ആ കൽപ്പലകകളുടെ ഭാഗങ്ങൾ കണ്ടുകിട്ടിയെന്നും ആ കൽപ്പലകകൾ ശോധന ചെയ്ത വ്യക്തികൾ, അതിനെക്കുറിച്ച് ശാസ്ത്രലോകം അതിനെക്കുറിച്ചൊരു കമൻറ്റ് കൊടുത്തിരിക്കുന്നതും ഞാൻ നമ്മുടെ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പേ ഒരു പത്രവാർത്തയായി അത് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. മോശയുടെ കൽപ്പലകകൾ കണ്ടുകിട്ടി, അതിൻ്റെ കഷണങ്ങൾ കണ്ടുകിട്ടി, അതിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ആദ്യത്തെ 2 കൽപ്പലകകൾ എറിഞ്ഞുടച്ച് കളയുകയായിരുന്നു. അതിൻ്റെ ഭാഗങ്ങൾ കണ്ടുകിട്ടി, അതിൽ നിന്നുള്ള അക്ഷരങ്ങൾ കണ്ടുകിട്ടി. ആ അക്ഷരങ്ങളെക്കുറിച്ച്
എഴുതിയിരുന്നത് അതിൻ്റെ വടിവ്, അത് പറഞ്ഞാൽ എത്ര പേർക്ക് ആ ഗൗരവത്തിൽ മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ. കല്ലിൽ കൊത്തി അക്ഷരങ്ങൾ ഉണ്ടാക്കുന്നവർ കല്ല് കൊത്തിയാൽ ഒരിക്കലും ആ എഴുതുന്ന അക്ഷരത്തിൻ്റെ വടിവ് പെർഫെക്റ്റ് ആകത്തില്ല. അതിൻ്റെ ആംഗിൾസ്, ഏത് ആംഗിളിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, ഒരു ഷാർപ്പായ ഒരു ആംഗിൾ കട്ട് ചെയ്യാൻ ഒക്കത്തില്ല, ഒരു കർവിങ് ആംഗിളിൻ്റെ മേളിലുണ്ടായിരിക്കും. അങ്ങനെ ഏറ്റവും വ്യക്തമായ അക്ഷരങ്ങൾ വേണമെങ്കിൽ ലേസർ ബീമുകളാണ് ഇന്ന് ഉപയോഗിക്കാവുന്നത്. പക്ഷേ കൽപ്പലകയിൽ എഴുതിയിരുന്ന അക്ഷരത്തിൻ്റെ വടിവുകൾ ശ്രദ്ധിച്ചാൽ ഇന്നത്തെ ലേസർ ബീമുകളേക്കാൾ ഒരുപാട് ഇരട്ടി മോഡേൺ ആയിട്ടുള്ള ഡെവലപ്പ് ചെയ്തിരുന്നതാണ് ഉപയോഗിച്ച റേ. ആ റേ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. കാരണം അത്ര ക്ലാരിറ്റിയിലാണ് അതിൻ്റെ വടിവ് അല്ലെങ്കിൽ അതിൻ്റെ ആംഗിൾ ഓഫ് കട്ടിങ് എന്ന് ഞാനൊക്കെ എടുത്തു പറയും പോയത്. ദൈവത്തിൻ്റെ വലം കൈകൊണ്ട് വിരലുകൾ കൊണ്ട് എഴുതി എന്നാണ് പറയുന്നത്. തൻ്റെ വിരലുകളിൽ നിന്ന് പുറപ്പെട്ട ഒരു രശ്മിയായിരിക്കണം 10 കൽപ്പനകൾ കല്ലിൽ പതിപ്പിച്ചത്. ഈ സംഭവങ്ങളൊക്കെ നടക്കുകയാണ്. അതിനുവേണ്ടി ദൈവം വരുമ്പോൾ 1000 വിശുദ്ധന്മാരുമായിട്ടാണ് തന്നെ ഇറങ്ങി വന്നതെന്നും അത് സ്വർഗത്തിൻ്റെ പ്രതീതിയായിരുന്നുവെന്നും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. അഥവാ സ്വർഗത്തിൻ്റെ ഒരു തനി രൂപം ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. പർവ്വതമുകളിലേക്ക് ഇങ്ങ് കൊണ്ടുവന്നു. പാരാനിൽ നിന്ന് തേജസ്സോടെ വിളങ്ങുമ്പോൾ ലക്ഷോപലക്ഷം വിശുദ്ധന്മാർ, ദൂതന്മാർ തന്നോടുകൂടെ ഉണ്ട്. അവരുടെ നടുവിലാണ് നിന്നത്. ഒരു 24 മൂപ്പന്മാർ, 4 ജീവികൾ, സ്വർഗത്തിലെ സൈന്യം എല്ലാം തൻ്റെ കൂടെ ഉണ്ട്. അതുമായി പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഇറങ്ങുക. എന്താ കാരണം? നാം ശ്രദ്ധിക്കുന്ന ദൂതുകൾ ദൈവിക അന്തരീക്ഷത്തിൽ ശ്രദ്ധിക്കുന്നുവെങ്കിൽ. എന്തിനാണ് നമ്മുടെ സഭായോഗങ്ങളിൽ ആദ്യമേ എല്ലാവരും കൂടെ ചേർന്ന് പാട്ടുപാടി ഒരു ആരാധന സെക്ഷനൊക്കെ ഉണ്ടാക്കുന്നത്? അതിനുശേഷം ദൈവവചനം പ്രസംഗിച്ചാൽ ആ ലഭിക്കപ്പെട്ട ആത്മീയ അന്തരീക്ഷത്തിൽ നന്നായി മനസ്സിലാകും. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദൂതും എല്ലാ ഇടത്ത് പ്രസ്താവിച്ചാലും ഒരുപോലല്ല. അതിനൊരു ആത്മീയ അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ പലകകളിലും എഴുതപ്പെടുവാൻ സാധ്യമാകത്തുള്ളൂ. ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നുറങ്ങുമ്പോൾ യഹോവയായ ദൈവം തൻ്റെ ദൂതനെ അയച്ച് തട്ടി വിളിച്ചു, ഉണർത്തി ആഹാരം കൊടുത്ത് തന്നോട് പറഞ്ഞു, നീ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോകാൻ പറഞ്ഞു. ഏലിയാവ് 3 രാവും 3 പകലും 40 രാവും 40 പകലും നടന്ന് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിലെത്തി. എന്തിനാ ഈ 40 രാപകലുകൾ നടത്തുന്നത്? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ച ചോദ്യം പഴയ ചോദ്യമാണ്, ഏലിയാവേ നിനക്കിവിടെ എന്തോ കാര്യം? ഇതേ ചോദ്യമാണ് ഈ താഴ്വരയിൽ വെച്ച് ചോദിച്ചത്. ഇതേ ചോദ്യമാണ് ചൂരച്ചിലയുടെ കീഴിൽ വെച്ച് ചോദിച്ചത്. ആ ചോദ്യം തുടർന്ന് ചോദിക്കേണ്ടതിന് എന്തിനീ മനുഷ്യനെ 40 രാവും 40 പകലും നടത്തി കർത്താവേ? മറുപടി, ആ താഴ്വരയുടെ അന്തരീക്ഷത്തിൽ, ആ രാജ്ഞിയെ ഭയന്ന് കിടക്കുന്ന അന്തരീക്ഷത്തിൽ എൻ്റെ ദൂതുകൾ വിളങ്ങത്തില്ല. നീ ദമ്മശേക്കിനുള്ള വഴിയായി തിരിച്ചുപോ, നിന്നെക്കൊണ്ട് ഞാൻ ചിലത് ചെയ്യിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകണമെങ്കിൽ ആ പഴയ അന്തരീക്ഷം പറ്റത്തില്ല. അതുപോലെ തന്നെ മോശയ്ക്ക് വചനം കൊടുക്കുമ്പോൾ ഒരു സാധാരണ അന്തരീക്ഷത്തിൽ ഇത് നൽകിയാൽ അത് തനിക്ക് എടുക്കുവാൻ കഴിയുകയില്ല. ആകയാൽ സ്വർഗം ഇഞ്ഞു കൊണ്ടുവരികയായിരുന്നു ഒരളവിൽ. ഇതേ കാര്യം തന്നെയാണ് പുറപ്പാട് പുസ്തകം 19:16 സാധാരണക്കാരൻ്റെ വീക്ഷണത്തിൽ കൊടുത്തിരിക്കുന്നത്. ആവർത്തന പുസ്തകം 33:2 മോശയുടെ വാചകങ്ങളാണ് വായിച്ചത്. മോശയാണ് പറയുന്നത്, പാരാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, സെയീരിൽ നിന്ന് നിനക്ക് വിളങ്ങി, ആ തേജസ്സും മഹത്വവും വിശുദ്ധന്മാരും തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ലക്ഷോപലക്ഷം. അക്കാലത്ത് അതിനേക്കാൾ കൂടിയ ട്രില്യൻസും ഒന്നും പറയാൻ അവർക്ക് ഇല്ലാഞ്ഞതുകൊണ്ട് അന്ന് പറയാൻ അറിയാവുന്ന ഏറ്റവും ഉന്നതമായ നമ്പരാണ് ആ ഉപയോഗിച്ചത്. ലക്ഷോപലക്ഷം ദൂതന്മാരോടുകൂടെ ഇറങ്ങി വന്നു. ഓക്കെ, ദയവായിട്ട് വായിച്ചാട്ടെ. ഇത് മനുഷ്യൻ കണ്ടാൽ എങ്ങനെയിരിക്കും? 19:16 മുതൽ. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിൻ്റെ അടിവാരത്തു നിന്നു. യഹോവ തീയിൽ സീനായ് പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിൻ്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതം ഒക്കെയും ഏറ്റവും കുലുങ്ങി. ദൈവത്തിൻ്റെ തേജസ്സും സ്വർഗീയ സാന്നിധ്യവും മുകളിൽ നിന്ന് ഇറങ്ങുന്നത് മോശ കണ്ടു. മോശ പറഞ്ഞു, ഇത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ദൈവം വിളങ്ങുകയാണ്. സ്വർഗം തന്നോടുകൂടെ, വിശുദ്ധന്മാർ തന്നോടുകൂടെ. ജനം കണ്ടേച്ച് പറയുകയാണ്, തൻ്റെ തീ കത്തി എരിയുന്നു, പർവ്വതം മുഴുവനും കുലുങ്ങുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചു, സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, പർവ്വതങ്ങളെ നിങ്ങൾ കുഞ്ഞാടുകളെപ്പോലെയും കുന്നുകളെ നിങ്ങൾ മുട്ടാടുകളെപ്പോലെയും തുള്ളിച്ചാടുന്നതെന്ത്? പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിൻ്റെ മുകളിൽ ഇറങ്ങി വന്നാൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല, നിനക്ക് സഹിക്കാൻ ഒക്കത്തില്ല. മനുഷ്യ ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ ഉണ്ടാകുമ്പോൾ ശരീരം ചലിച്ചിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ പലതും കാണാം. ഈ പർവ്വതം ഇങ്ങനെ ചലിക്കവെയാണ് ദൈവം മോശയ്ക്ക് പ്രമാണങ്ങൾ കൊടുക്കുന്നത്. എത്ര ദിവസം ദൈവം മോശയെ അവിടെ ഇരുത്തി? 40 രാപകലുകൾ ദൈവം മോശയെ അവിടെ ഇരുത്തി. മോശെ ഇങ്ങോട്ട് ദൈവസാന്നിധ്യത്തിലോട്ടൊന്ന് ഓടിപ്പോയത് കൊണ്ട്, അതിനകത്തൂടെ ഓടിക്കടന്നത് കൊണ്ട് നിനക്ക് തരേണ്ടതാകത്തില്ല. ഞാൻ പറയുന്നത് അങ്ങേക്ക്
അങ്ങേക്ക് മനസ്സിലാകാതെ വന്നേക്കാം. ആകയാൽ ഒരു 40 രാപകലുകൾ, ആ 40 രാപകലുടെ അവസാനത്തിലാണ് യഹോവയായ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് പുറപ്പെട്ട റേ കൊണ്ട് ആ കൽപ്പലകകളിൽ എഴുതി പ്രമാണം അങ്ങോട്ട് കൊടുത്തത്. ഇനി എങ്ങനെയൊക്കെയായിരുന്നു പ്രമാണം അങ്ങോട്ട് കൊടുത്തത്? ഒന്ന്, മുഴുവൻ നിയമവും മോശയ്ക്ക് അങ്ങ് കൈമാറി. ആദമിനോട് മുതൽ നിയമം പറഞ്ഞു തുടങ്ങിയതാ. ഞാൻ ഇന്നങ്ങോട്ട് പോകാൻ ഒക്കത്തില്ല. ആദമിനോട് മുതൽ നിയമം പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ നിയമങ്ങൾ മുഴുവനുമായി മോശയ്ക്ക് കൊടുത്തു. എന്നാണ് കൊടുത്തത്? മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടതിൻ്റെ 50ാമത്തെ ജൂബിലി ദിവസമായിരുന്നു ഈ പർവ്വതമുകളിലെ വെളിപ്പാട്. ദൈവം എപ്പോഴും ഒരു കാര്യം ചെയ്താൽ ദൈവത്തിൻ്റെ സമയത്തെ ചെയ്യത്തുള്ളൂ. ദൈവത്തിന് പെർഫെക്ഷൻ ഉണ്ട്. മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടതിൻ്റെ 50ാമത്തെ ജൂബിലി ദിവസമായിരുന്നു പർവ്വതത്തിൻ്റെ മുകളിൽ. അതോടുകൂടെ 40 രാപകലുകൾ തികഞ്ഞു. അവിടെ വെച്ച് ദൈവം മോശയ്ക്ക് ഈ പ്രമാണങ്ങൾ കൈകാർന്നത് ഇന്ന് വരെ ഉണ്ടായിരുന്ന ആ കസ്റ്റംസിൽ നിന്ന് വ്യത്യസ്തമായി. അബ്രഹാമിനെ വിളിച്ചപ്പോൾ തനിക്ക് ഒരുപാട് കസ്റ്റംസ് ഉണ്ടായിരുന്നു. തൻ്റെ മക്കളുടെ വിവാഹം നമുക്കറിയാവുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ട് എന്നെ എടുത്താലും ഒരുപാട് കസ്റ്റംസ് ഉണ്ട്. ജാതികീയമായ കസ്റ്റംസ്, ജാതികീയമായ പിന്തുടർച്ചകൾ. അത് മുഴുവനും തുടച്ചു മാറ്റി എഴുതി തള്ളി. പുതിയ കസ്റ്റം, പുതിയ കൾച്ചർ, പുതിയ നിയമം പറഞ്ഞു. നിങ്ങൾ എനിക്ക് വിശേഷതയുള്ള ഒരു ജനം, നിങ്ങൾ എനിക്ക് ഒരു സമ്പത്ത്, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് തിരഞ്ഞെടുത്തു, നിങ്ങൾ എൻ്റെ ജനമായിരിക്കും, എല്ലാം കൊടുത്തു. ഇവിടം വരെ നമ്മൾ സത്യത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഫിനിഷ് ചെയ്തതാണ്. ഇവിടുന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ വാക്യം ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിക്കട്ടെ, ഇത് ദാനിയേൽ പറഞ്ഞത് ഓർത്തുകൊള്ളണം, ഇത് സംഭവിക്കും എന്ന് യേശു എടുത്തു പറഞ്ഞത് ഓർപ്പിക്കുക. നമ്മൾ നേരത്തെ പഠിച്ച ഒരു ലെസണിൽ എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ചില 5-6 മാസങ്ങൾക്ക് മുന്നമേ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ നിന്ന് ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം, അതിനെ തുടർന്ന് അധർമ്മമൂർത്തിയായവൻ വെളിപ്പെട്ടു വരയണം. എതിർ ക്രിസ്തു വെളിപ്പെട്ടു വരുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ ഇനി അടുത്തു. ഇസ്രായേൽ എതിർ ക്രിസ്തുവുമായി കൈകൊടുക്കേണ്ട സമയത്തിലേക്ക് ഇനി അടുത്തു. ആലയം പണിയേണ്ട സമയത്തിലേക്ക് ഇനി അടുത്തു. അത്തി തളർക്കുന്നത് കണ്ട തലമുറ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ എത്തിക്കഴിഞ്ഞു. ഇന്നാണ് ഇതെല്ലാം സംഭവിക്കേണ്ടത്. ഇതിൻ്റെ 1-ാം പടി, 1 ആദ്യമേ വിശ്വാസത്യാഗം, 2 അധർമ്മമൂർത്തിയായവൻ, ആ വ്യാജം പ്രവർത്തിക്കുന്നവൻ, ആ കള്ളത്തരം കാണിക്കുന്നവൻ, അധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, അതിൻ്റെ മൂർത്തി രൂപം വെളിപ്പെട്ടു വരേണ്ട സമയമായി. 1 വിശ്വാസത്തിൽ നിന്ന് വീണിരിക്കണം. 2 തീമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, കർണരസമാകുമാറ് പ്രസംഗിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ എഴുന്നേറ്റ് വരും. പത്യോപദേശം പൊറുക്കാതെ പോകുന്ന ഉപദേഷ്ടാക്കന്മാർ എഴുന്നേറ്റ് വരും. പത്യോപദേശം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് മരുന്ന് കഴിച്ചതുകൊണ്ട് അതിൻ്റെ പഥ്യം ഉണ്ടായിരുന്നു. ഇവിടെ മരുന്നും പഥ്യവും അറിയാൻ വയ്യാത്തൊരു കുറവായിരിക്കും തീരെ കുഞ്ഞുങ്ങൾ ഒഴിച്ചാൽ. പ്രത്യേക മരുന്നുകൾക്ക് അതിൻ്റെ പഥ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ചത്തുപോകുമെന്നല്ല, ലോകത്തിൽ നിന്ന് മാറുമെന്നല്ല, ഈ ലോകത്തിൽ ചിലതിനെ വർജിക്കുകയും ഒഴിവാക്കേണ്ട ചിലതിനെ ഒഴിവാക്കുകയും എടുക്കേണ്ട ബാക്കിയുള്ളവ എടുക്കുകയും ചെയ്യുന്ന ഒരു ജീവിത ശൈലിയെയാണ് പഥ്യം എന്ന് വിളിക്കുന്നത്. അതൊരു ജീവിത ശൈലിയാണ്. പഥ്യ ഉപദേശം, ജീവിതത്തിലേക്ക് ചില ശൈലികൾ പകർത്തിയെടുക്കുന്ന ഏത് ശൈലിയാണ്? മോശയുടെ കാലത്തിന് മുൻപുണ്ടായിരുന്നത് സകലതും തുടച്ചു മാറ്റി മോശയുടെ കയ്യിലൊന്ന് പുതിയതേൽപ്പിച്ചതുപോലെ സുവിശേഷത്തിന് മുമ്പുണ്ടായിരുന്ന പലതും തുടച്ചു മാറ്റി നാം സുവിശേഷം അംഗീകരിച്ചപ്പോൾ നമ്മിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ ഒരു പുതിയ തത്വശാസ്ത്രം, ആ പ്രകൃതിയിൽ ജീവിക്കുന്ന ഒന്ന്. സഭയ്ക്കകത്ത് വിശ്വാസത്യാഗം സംഭവിക്കും. ഫോളിങ് അവേ ഫ്രം ദ ഫെയ്ത്ത് 2 തെസ്സലോനിക്കർ 2:4-8 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. ഇതിന് സഹായകരമായി നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ ജഡമോഹം, നമ്മുടെ കൺമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം മുതലായ കാര്യങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മെ ദൈവത്തോട് അകറ്റുവാനുള്ള ജഡീക അവയവങ്ങളായി നമ്മിൽ തന്നെ ഉണ്ട്. ബാക്ക് സ്ലൈഡിങ്, പുറകോട്ട് പോകാനുള്ള ടെൻഡൻസി, ലവ് ഓഫ് മണി, പണത്തെ സ്നേഹിക്കുന്നതായ കാര്യങ്ങൾ, ഇതെല്ലാം ഈ ലോകത്തിലുണ്ട്. എൻ്റെ കയ്യിൽ ഒരു കാന്തത്തിൻ്റെ കഷണമുണ്ടെന്നിരിക്കട്ടെ. ഇതിന് ആകർഷണ ശക്തി ഉണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ ഇതിൻ്റെ ആകർഷണ വലയത്തിൽ ഒരു ഇരുമ്പ് കഷണം വന്നേ മതിയാകും. ഞാൻ ഈയക്കഷണങ്ങളുടെ നടുവിലും ചെമ്പിൻ്റെ നടുവിലും സ്വർണത്തിൻ്റെ നടുവിലും കൂടെ ഒരു കാന്തം കൊണ്ടു നടന്നാൽ അതിനൊന്നും കാര്യമായ ചലനം കാണത്തില്ല. പക്ഷെ ഒരു പച്ചിരുമ്പിൻ്റെ കഷണം എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ കാന്തം അടുത്തു വരുമ്പോൾ ഇതൊരു ചലനം സൃഷ്ടിക്കും. ഇതുപോലെ തന്നെ ആകാശത്തിൻ്റെ അധിപതി, അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ശക്തി, ഇവ മുകളിൽ നിന്ന് അന്യശക്തികൾ ദൈവത്തിങ്കിൽ നിന്ന് നമ്മെ അകറ്റേണ്ടതിന്, വിശ്വാസത്യാഗത്തിൽ കൊണ്ടുവരേണ്ടതിന് മുകളിൽ നിന്ന് വരുമ്പോൾ താഴെ അതുമായി ആകർഷണമുള്ള ഒരു ഘടകം ഉണ്ടെങ്കിലേ അതിനെ പിടിക്കാനൊക്കത്തുള്ളൂ.
ഈ ഘടകം ഏതാണെന്നറിയാമോ? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ജഡീക ചിന്തകൾ, മനസ്സിൻ്റെ ഇച്ഛകൾ, പാപത്തിനു വേണ്ടിയുള്ള പോക്ക്, ഇതെല്ലാം കൂടെ നമ്മുടെ ഉള്ളിൽ വന്ന് കയറിയ നമ്മുടെ ജഡീക അവയവങ്ങളാണ്. അതുകൊണ്ട് തന്നെ തിരുവചനം പറഞ്ഞു, നിങ്ങളുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ നിങ്ങൾ കുരിശിച്ചവരാണെന്ന് മറക്കരുത്, അത് നിങ്ങൾ ചത്തു. നിങ്ങളിലുള്ള ജഡീയ അവയവങ്ങളെ മരിപ്പിപ്പീൻ, ഇല്ലെങ്കിൽ മുകളിൽ നിന്ന് വ്യാപരിക്കുന്ന ഈ വ്യാജാത്മ ശക്തികൾ നിങ്ങളെ സ്വാധീനിക്കും, നിങ്ങൾ ദൈവിക പ്രമാണത്തിൽ നിന്ന് വിട്ടുപോകും എന്ന് തിരുവചനം മൊത്തമായി പറയുന്നു. വിശ്വാസത്യാഗം സംഭവിക്കാതിരിക്കേണ്ടതിന് നമ്മുടെ ജഡീക അവയവങ്ങളെ മരിപ്പിക്കുവാൻ നാം തയ്യാറായേ മതിയാകും. ഞാൻ പോകട്ടെ, വിശ്വാസമണ്ഡലത്തിൽ, വിശ്വാസികളുടെ മണ്ഡലത്തിൽ വ്യാപരിച്ചു, ലീഡേഴ്സിൻ്റെ മണ്ഡലത്തിൽ വ്യാപരിച്ചു, സഭകളുടെ സിസ്റ്റത്തിനകത്തേക്ക് ഇത് ആർന്ന് കയറി. അന്തിക്രിസ്തു ഒരു സിസ്റ്റമാണെന്നുള്ളത് നമ്മൾ എടുത്തു കളഞ്ഞു. സഭയുടെ സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് ഇത് കയറി. നമ്മുടെ സറൗണ്ടിങ്സ് മൊത്തം പൊല്യൂട്ടഡായി. നമ്മുടെ എൻവയർമെൻറ്റ്, നമ്മുടെ അന്തരീക്ഷ സ്ഥിതി മാറി. ആകപ്പാടെ പാപത്തിലേക്ക് സ്ലിപ്പ് ചെയ്തു പോകാവുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് എന്ന് മറക്കരുത്. ഈ ആലയം, എൻ്റെ ആലയം ശൂന്യമാകാതിരിക്കേണ്ടതിന് അബോമിനേഷൻ ഇതിൽ വരികയില്ല എന്ന് നമുക്കത് ഉറപ്പ് വരുത്താം. എന്നിട്ട് കുറേ ഗൗരവമുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അബ്രഹാം എന്ന ജാതിയെ മാറ്റി തന്നിലൂടെ പരിഷ്കരിച്ചെടുത്ത ജനം മോശയുടെ കാലം വരെ നൂറ്റാണ്ടുകൾ കൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണം ജീവിക്കത്തക്കവണ്ണം സംസ്കരിക്കപ്പെട്ടു. അപ്രകാരം സംസ്കരിക്കപ്പെട്ട ജനത്തിനു വേണ്ടി മോശയുടെ കാലത്താണ് ദൈവം പ്രമാണം കൊടുത്തത്. 2, മോശയ്ക്ക് പ്രമാണം കൊടുക്കുമ്പോൾ അത് തന്നെ നന്നായി ഗ്രഹിക്കേണ്ടതിന് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഏതാണ്ട് കേട്ടു മറന്നുപോയി, അതൊക്കെ എനിക്കും തോന്നും, നിങ്ങൾക്കും തോന്നും, എല്ലാവർക്കും തോന്നും, എല്ലാവർക്കും കേൾക്കുകയും മറക്കുകയും ഒക്കെ ഉണ്ട്. പക്ഷെ മോശ പർവ്വതത്തിൽ നിന്ന് താഴോട്ടിറങ്ങി 5 പുസ്തകങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കുത്തിക്കുറിക്കുമ്പോൾ അത് ഞാനങ്ങ് മറന്നുപോയെന്നൊരു വാചകമില്ലെന്ന് ശ്രദ്ധിച്ചോണം. എന്നായി പറയുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5 പുസ്തകം മൊത്തം ഇങ്ങോട്ട് എഴുതി വരുമ്പോൾ എന്തോ ഒന്ന് പറഞ്ഞായിരുന്നു. നോ, അങ്ങനെ ഒരു ചിന്തയില്ല. മൊത്തം ഓർമ്മയിലുണ്ട്. എന്താ ഓർമ്മയിലുള്ളതെന്നറിയാമോ? സ്വർഗം ഇഞ്ഞ് താവോട്ട് ഇറക്കിക്കൊണ്ട് വന്നു. മോനെ ഇരിക്ക്, ഇതിനകത്തോട്ട് കയറി ഇരിക്ക്. 40 രാപകല്ലുകൾ അവിടെ ഇരുത്തി, ദൈവത്തിൻ്റെ കൂടെ ഇരുത്തി. ഞാൻ പറയുന്നതൊക്കെ ബുദ്ധിയിൽ വരത്തക്കവണ്ണം തെളിഞ്ഞു വരേണ്ടതിന്, എഴുതിയിടേണ്ടതിന്. ചിലരെന്നോട് പറയാറുണ്ട്, പാസ്റ്റർ 25 വർഷം മുമ്പേ പ്രസംഗിച്ച പ്രസംഗം ഓർമ്മയുണ്ട്. അത് പ്രസംഗത്തിൻ്റെ ഗൗരവമല്ല, അന്ന് ദൈവം തമ്പുരാൻ പകർന്ന ആ അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകതയാണ്. അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്നും അതുപോലൊരു അന്തരീക്ഷത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരട്ടെ. എങ്കിൽ മാത്രമേ ദൈവഹിതം നമ്മുടെ മേൽ പകരുവാൻ സാധിക്കത്തുള്ളൂ. ഹൗ വാസ് ദ ലോ ഗിവൻ? തുടർന്ന് അങ്ങോട്ട് ചിന്തിക്കാൻ പോകുകയാണ്. പുറപ്പാട് പുസ്തകം 19:6 മുതൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അന്ന് സ്വർഗം തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. എബ്രായ ലേഖനം 2:2 ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ന്യായപ്രമാണം കൊടുത്തതിനെക്കുറിച്ച് നമുക്ക് വായിക്കാൻ ഒക്കത്തില്ല. എബ്രായ ലേഖനം 2:2 പറയുന്നത്, ദൂതന്മാർ മുഖേന അരുളി ചെയ്ത വചനം. അടാ, ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ദൈവം നേരിട്ട് ഇങ്ങോട്ട് കൊടുത്തെന്നാ. ഇപ്പം പറയുന്നു, മുമ്പേ തന്നെ പറഞ്ഞു ദൂതന്മാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെന്ന്. ഇവരെ എന്നെ കാണാൻ കൊണ്ടുവന്നതാണോ? അല്ല, അവർക്ക് ഒരു പങ്കുണ്ടായിരുന്നു. അവരുടെ പങ്ക് അവർ നിർവഹിച്ചു. ദൂതന്മാർ മുഖേന കൊടുത്ത വചനം എബ്രായർ 2 പറയുകയാണ്. തൻ്റെ എബ്രായർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ സ്പോക്കൺ ബൈ ദ പ്രോഫറ്റിക് മെസ്സഞ്ചേഴ്സ് ആൻഡ് ഏഞ്ചൽസ്. ഏഞ്ചൽസ് എന്ന പദം തന്നെ അവിടെ കൊടുത്തിരിക്കുന്നത്. 1-ാം അധ്യായത്തിലും കൊടുത്തിരിക്കുന്നത് ദൂതന്മാർ മുഖേന പറഞ്ഞതായ വചനം. അയ്യോ, ദൂതന്മാരാണോ വചനം പറഞ്ഞു കൊടുത്തത്? അല്ല, അതിനേക്കാളൊക്കെ ആഴമുണ്ട്. ഗലാത്യ ലേഖനം 3:19 വായിച്ചേ മതിയാകത്തുള്ളൂ. ദയവായി വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തേത്. ദേ ആർ ഓർഡൈൻഡ് ബൈ ദ ഏഞ്ചൽ എന്നൊരു പദം കാണാം. ദേ ആർ ഓർഡൈൻഡ്. ദയവായിട്ട് ഈ വാക്കുകളുടെ ഗൗരവത്തിലേക്ക് വരണേ. നമ്മൾ മലയാളമേ വായിക്കുന്നുള്ളൂ, ഇംഗ്ലീഷും കൂടെ ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചാൽ ഉപകാരമായിരുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. ദൂതന്മാർ മുഖേന മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ച വചനം. അവിടെ മധ്യസ്ഥൻ എന്ന് വിളിക്കുന്ന മോശയാണ്. ദൂതന്മാർ നിമിത്തം മധ്യസ്ഥന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചത്. വായിക്കാമോ ദയവായിട്ട് ഇംഗ്ലീഷില്? It was ordained by angels. ആ പദമാണ് ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ സാധാരണ ചിന്തിക്കാത്ത ഒരർത്ഥ ഗൗരവത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാണ് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ. ദൂതന്മാർ മുഖേന കൊടുത്തു. ആട്ടെ, വെളിപ്പാട് പുസ്തകം എങ്ങനെയാണ് കൊടുത്തത്? ദൈവം തൻ്റെ ദൂതനെ അയച്ച് യോഹന്നാന് പ്രദർശിപ്പിച്ചു.
തുടർന്ന് യേശു തന്നെ അതിനെ വിശദീകരിച്ചു കൊടുത്തു. വെളിപ്പാട് പുസ്തകം കൊടുക്കുന്നതിലും ദൂതന്മാർക്കൊരു പങ്കുണ്ട്. പഴയ നിയമത്തിൽ ദൂതന്മാർ ദൈവവചനം പ്രവാചകന്മാരെ ഏൽപ്പിച്ചു. പഴയ നിയമത്തിൽ തന്നെ മോശയുടെ കയ്യിൽ കൊടുക്കുന്നത് ദൂതന്മാർ മുഖേനയാണ്. ഗലാത്യലേഖനത്തിൽ ദൂതന്മാർ മുഖാന്തരം എന്നെഴുതിയ പദത്തിൻ്റെ വിശദീകരണം കൊടുക്കുകയാണ്. ഇറ്റ് വാസ് ഓർഡൈൻഡ് ബൈ ദ ഏഞ്ചൽസ്. എന്തുവായി ഓർഡൈൻ എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ പറയാറുണ്ട് നമ്മളെ ദൈവം അഭിഷേകം ചെയ്തതാണ്. ഓർഡിനേഷൻ, അനോയിൻറ്റിങ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കും. അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നെ ഓർഡൈൻ ചെയ്തതാണ്, അത് എനിക്ക് തന്ന പാസ്റ്ററൽ അനോയിൻറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഓർഡിനേഷൻ. ഒരു ഓർഡിനേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാണ്? ഈ നിയമത്തിൻ്റെ പ്രായോഗിക വശങ്ങൾ, ദയവായി ശ്രദ്ധിച്ചാലും, ഈ നിയമത്തിൻ്റെ പ്രായോഗിക വശങ്ങൾ, സെറ്റിംഗ് ആൻഡ് ഓർഡർ, അതിനെയാണ് ഈ ഓർഡിനേഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. സെറ്റിംഗ് ദ ഓർഡർ, സെറ്റിംഗ് ദ പാറ്റേൺ, ഓർഡൈനിങ് ദ ഡിസിപ്ലിൻ. ദൈവിക ഡിസിപ്ലിൻ എന്താണ്, ദൈവിക പാറ്റേൺ എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ ഉറപ്പിച്ചു കൊടുത്തത് ദൂതന്മാർ മുഖേനയാണ്. ദൂതന്മാർ മുഖേന ഇതിനെ ഓർഡൈൻ ചെയ്തുവെന്ന് കാണാം. വെളിപ്പാട് മോശയ്ക്ക് പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് കൽപ്പന കൊടുക്കുമ്പോൾ 25-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിന്നെ പർവ്വതത്തിൽ വെച്ച് കാണിച്ച മാതൃകയ്ക്കൊത്തവണ്ണം, വാക്യങ്ങൾ വായിക്കാൻ ഒക്കത്തില്ല. പുറപ്പാട് പുസ്തകം 25-9, then 25-40, 26-30, 27-8 മുതലായ വാക്യങ്ങൾ, അതുപോലെ ഒരു ഡസനോളം വാക്യങ്ങളുണ്ട്. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം ഒക്കെയും തന്നെ സമാഗമന കൂടാരം ഉണ്ടാക്കുകയും ആരാധനയുടെ പ്രമാണങ്ങൾ ജനത്തിന് കൊടുക്കുകയും വേണം. ശ്രദ്ധിച്ച് കേട്ടാണെ ഒരു പ്രാവശ്യം കൂടെ. സ്വർഗത്തിൽ നിന്ന് 1000 ലക്ഷോപലക്ഷം ദൂതന്മാരുമായി കത്തി എരിയുന്ന തീയുടെ നടുവിലെന്ന് ജനത്തിന് തോന്നത്തക്കതുപോലെ പർവ്വതത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിനാൽ കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന പെരിഞ്ചൂളയിലെ പുക പോലെ പുക പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവമായ കർത്താവ് കൊടുത്ത കൽപ്പനകളോടൊപ്പം ഏതാണ്ടൊക്കെ കാണിച്ചു കൊടുത്തു. എന്തൊക്കെ കാണിച്ചത്? അവർ സ്വർഗീയമായതിൻ്റെ നിഴലും ദൃഷ്ടാന്തമായതിൽ ശുശ്രൂഷിച്ചു വന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പിന്നത്തേതിൽ പറഞ്ഞു. ഞാൻ പൗലോസിനെ രംഗത്ത് കൊണ്ടുവരും, എങ്കിലേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറയുവാനുള്ള കാരണം, സ്വർഗത്തിലെ യഥാർത്ഥ സഭയാം ദേവാലയത്തെ കൊണ്ടുവന്ന് മോശയുടെ മുമ്പിലോട്ട് ഇഞ്ഞു വെച്ചു. നോക്ക് മോശെ, നോക്ക്, ഇതാണ് എൻ്റെ നിത്യതയുടെ പ്ലാനിൽ ഞാൻ വരച്ചു വെച്ചിരിക്കുന്ന ബ്ലൂ പ്രിൻ്റ്, ഇല്ല ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാതൃക. കാണ്, ഇതാണ് ദൈവസഭ. ഭൂമിയിൽ നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇതിൻ്റെ മറവിൽ നിന്ന്, അല്ലെങ്കിൽ ഈ മാതൃകയിലാണ് നീ പണിയേണ്ടത്. പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം ഒക്കെയും തന്നെ അവയെ ഉണ്ടാക്കുവാൻ ശ്രദ്ധിക്കുക. 10-12 പ്രാവശ്യം ആവർത്തിച്ച് പറയുകയാണ്. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം. നിയമപ്പെട്ടകം ചുമന്നുകൊണ്ട് പോകേണ്ടതിന്, പെട്ടകം ഇതുപോലെ ഒരു വസ്തുവാണെങ്കിൽ അതിൻ്റെ ഇടത്തും വലത്തും മുൻപിലും പുറകിലുമായി ഒരു 4 വളയങ്ങൾ ഉണ്ടാക്കണം. ഈ 4 വളയങ്ങൾക്കകത്തൂടെ 2 ക്രോബാറുകൾ കടത്തണം. ഈ ക്രോബാറുകളിൽ എടുത്തുകൊണ്ടാണ് പുരോഹിതന്മാർ ഈ പെട്ടകം കൊണ്ടുപോകേണ്ടത്. 4 പേർ ചേർന്ന് ഈ പെട്ടകം കൊണ്ടുപോകുമ്പോൾ ഈ പെട്ടകത്തിൻ്റെ ഇടത്തും വലത്തും മുൻപിലും പുറകിലുമുള്ള 4 ചുറ്റു വളയങ്ങളിലൂടെ ഒരു ക്രോബാർ കടത്തണം. ആ ക്രോബാർ നീ ഉണ്ടാക്കുന്നത് അകം പൊള്ളയായി ഉണ്ടാക്കണം. ഒരു ഉളക്ക പോലെ ഇരിക്കുന്ന സാധനമാണ്, പഴയ നാടൻ ഉളക്ക ഇരിക്കുന്ന സാധനമാണ് ഈ ക്രോബാർ. ഇതിനകത്ത് ഒത്തിരി പേര് ഇത് കണ്ടിട്ടില്ല, സോറി, കൊണ്ട് കാണിക്കാൻ ഒക്കത്തുമില്ല. ഇത് പൊള്ളയായി ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതിന് തന്നെ ഒത്തിരി ഡെഡ് വെയിറ്റ് കാണും. അതുകൊണ്ട് ഇത് നീ പൊള്ളയായി ഉണ്ടാക്കണം. പറയുകയാണ്, ആ പൊള്ളയുണ്ടല്ലോ, അകത്തെ പൊള്ള പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന അളവിനായിരിക്കണം, ആ മാതൃകയിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ നൂലോ വരയോ വ്യത്യാസമില്ലാതെ സ്വർഗീയമായി ഞാൻ കാണിച്ചു തന്നത് ഇതങ്ങോട്ട് കാണിക്കുമ്പോൾ ദൂതന്മാരാണ് ഇന്ന് വിശദീകരിക്കുന്നത്. നോക്ക് മോശെ, ഇത് ഇന്നതിനെ കുറിക്കുന്നു. ദൂതന്മാർ കാണിച്ചു കൊടുത്ത് വിശദീകരിച്ചു. ദേ ഓർഡൈൻഡ് ഇറ്റ്. അതിൻ്റെ നടപ്പെങ്ങനെയാണ്, അതിൻ്റെ പ്രമാണം എങ്ങനെയാണ് പോകേണ്ടത്, ദൂതന്മാർ അതിനെ ഓർഡൈൻ ചെയ്തു. ഞാനൊന്നുകൂടെ എളുപ്പം അങ്ങ് പൊയ്ക്കോട്ടെ. പിതാവായ ദൈവം തൻ്റെ കൽപ്പനകൾ, സെറ്റിംഗ് അപ്പ് ആൻ ഓർഡർ, ഈ ഓർഡിനേഷൻ എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഇതാണ്: സെറ്റിംഗ് ആൻ ഓർഡർ, setting a pattern, setting a code of life which is permitted in the given society, covering lifestyle. നിങ്ങളുടെ ഡ്രസ് കോഡ് എങ്ങനെയായിരിക്കണം, ലൈഫ് സ്റ്റൈൽ എന്തായിരിക്കണം, ഇതിനോടടുക്കുമ്പോൾ എന്തു വേണം. ഞാൻ പഴയ നിയമത്തിലോട്ടൊന്ന് എളുപ്പം പൊയ്ക്കോട്ടെ. ഈ പെട്ടകത്തെ ശുശ്രൂഷിക്കുവാൻ, ഈ ആലയത്തിൽ ശുശ്രൂഷിക്കുവാൻ ഒരു പുരോഹിതൻ വരുന്നുവെങ്കിൽ അവൻ ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇഞ്ഞ് പോരാൻ ഒക്കത്തില്ല. അവൻ എന്തു വേണം? ഒന്ന് കുളിക്കണം, ദേഹം വെള്ളത്തിൽ കഴുകണം. 2, അര മുതൽ തുട വരെ നീണ്ടു കിടക്കുന്ന ചണനൂല് കൊണ്ടുണ്ടാക്കിയ ഒരു കാൽച്ചട്ട ഇടണം.
ഇഷ്ടം പോലെ ഇനി വരാൻ ഒക്കത്തില്ല. അതിൻ്റെ മുകളിൽ ഇന്ന വസ്ത്രം, അതിൻ്റെ മുകളിൽ ഇന്ന വസ്ത്രം, ഒടുവിൽ എഫോദ്, വിശുദ്ധ പട്ടം എന്നിങ്ങനെ കൊടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ പ്രമാണത്തിൽ ധരിച്ചേ ഒക്കത്തുള്ളൂ ഈ ആലയത്തിൽ കയറണമെങ്കിൽ, ഇതിനകത്ത് ശുശ്രൂഷിക്കണമെങ്കിൽ. ദൂതന്മാർ ഓർഡർ സെറ്റ് ചെയ്തു, പാറ്റേൺ സെറ്റ് ചെയ്തു, എന്നിട്ട് ഇങ്ങോട്ട് കൊടുത്തു. ഇറ്റ്സ് എ പാറ്റേൺ. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി ഓർഡിനേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലാകേണ്ടതിന് വേണ്ടി, അതൊരു പാറ്റേൺ ആണെന്ന് മനസ്സിലാകേണ്ടതിന് വേണ്ടി ചില കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഓർഡൈൻ മിനിസ്റ്റേഴ്സിൽ ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ നിയമങ്ങളും സ്റ്റാൻഡേർഡുകളും സൂക്ഷിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ നാളെ കള്ളും കുടിച്ചേച്ച് ഇതിലൂടെ പോയാൽ, പുക വലിച്ചുകൊണ്ട് ഇതുവഴി നടന്നാൽ എൻ്റെ സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറയാമെങ്കിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് വരും, വേണ്ട, ഇന്ന് മുതൽ എൻ്റെ ഓർഡിനേഷൻ തീർന്നിരിക്കുന്നു, കാര്യം നീ ഞങ്ങളുടെ പാറ്റേൺ വിട്ടുപോയി. നമുക്കിത് അറിയാവുന്ന കാര്യമാണ്. വ്യത്യസ്ത ആളുകൾക്ക് അത് അവരവരുടെ പാറ്റേൺ ഉണ്ട്. സാത്താൻ്റെ താല്പര്യം ദൈവിക പാറ്റേണിൽ നിന്ന് എന്നെ പൊട്ടിച്ച് പുറത്തെടുക്കുക. ദൈവവും ദൈവത്തിൻ്റെതായ ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ലൈഫ് സ്റ്റൈൽ, അതിനകത്ത് ഡ്രസ് കോഡ് എല്ലാം ഉണ്ട്. ഇതിനകത്തുനിന്ന് എന്നെ പുറത്തെടുക്കുകയാണ് പിശാചിൻ്റെ ലക്ഷ്യം. പക്ഷേ എനിക്ക് പോകാനൊക്കത്തില്ല. നോ, ഐ കനോട്ട് ബ്രേക്ക് അവേ. കാര്യം ഞാൻ ഏത് ഓർഡിനേഷൻ വഹിക്കുന്നുവെന്ന് എനിക്കറിയാം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവിക ഓർഡിനേഷൻ വഹിക്കുന്നുവെന്ന് അറിയാമെങ്കിൽ ആ പാറ്റേണിൽ നമുക്ക് വെളിയിൽ പോകാൻ ഒക്കത്തില്ല. ഓർഡിനേഷൻ്റെ അകത്തെ അതിപ്രധാന ഘടകം വസ്ത്രധാരണമാണ്. ദാറ്റ് ഈസ് എക്സ്റ്റേണൽ. ഞാൻ ചില സഭാവിഭാഗങ്ങളുടെ, ഇതൊരു ക്രിസ്ത്യൻ സഭാവിഭാഗമാണ്, അവർ പറഞ്ഞു കൊടുക്കുന്ന വാചകങ്ങൾ ഒരെണ്ണം തെറ്റാതിരിക്കേണ്ടതിന് എഴുതി വായിച്ചു കൊടുക്കാൻ ആളുണ്ട്. ഡ്രസ് കോഡിനാണ് വളരെ പ്രാധാന്യം. എങ്ങനെ ഓർഡിനേഷൻ ഏറ്റെടുക്കുന്ന വ്യക്തി മുട്ടുകുത്തി നിൽക്കണം, തൻ്റെ ഭക്തി എപ്രകാരം പ്രകടിപ്പിക്കണം, തൻ്റെ തലയിൽ എങ്ങനെ കൈവെക്കണം, എല്ലാത്തിനും അവർക്ക് പ്രമാണമുണ്ട്. ആ പ്രമാണത്തിൻ്റെ പരിധിയിൽ നിന്നാണ് ആ വിഭാഗത്തിന് വേണ്ടി ഒരു ഓർഡിനേഷൻ നടക്കുന്നത്. മറ്റൊരു വിഭാഗത്തിന് വേണ്ടി ഒരു ഓർഡിനേഷൻ നടക്കണമെങ്കിൽ ഡ്രസ് കോഡ് വ്യത്യസ്തമാണെന്ന് മറക്കരുത്. കാര്യം അത് രണ്ടാമത്തെ വിഭാഗത്തിൻ്റെയാണ്. ക്രിസ്ത്യ വിഭാഗങ്ങൾക്ക് മാത്രമല്ല ഓർഡിനേഷൻ ഉള്ളതെന്ന് മറക്കരുത്. ഇവിടെയുമുണ്ട് ഓർഡിനേഷൻ. ഡ്രസ് കോഡ് അങ്ങ് പോയി, ഇവിടുത്തേതൊന്നും അല്ല, അത് തികച്ചും വ്യത്യസ്തമായി മാറി. തീർന്നില്ല, ഇനിയും ഒരു വിഭാഗത്തിൻ്റെ ഓർഡിനേഷൻ. അവരുടെ മുടിയുടെ ശൈലിയിൽ അവർക്ക് പ്രാധാന്യമുണ്ട്. അവിടെ മുതൽ ഓർഡിനേഷൻ ആരംഭിക്കുക. ഇങ്ങോട്ട് വരാം, അടുത്ത ഓർഡിനേഷൻ ഒന്ന് കണ്ടു. ഓരോന്നിൻ്റെ ഡ്രസ് കോഡ്, ഇരിക്കുന്ന ശൈലി. ഞാൻ എന്തുവാ നിൽക്കുന്നത്? ഓർഡിനേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാകുവാൻ ഇത് കൊണ്ടുപോകുകയാണ്. മുസ്ലിം വിഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഇവരാരും ഇരുന്നത് പോലെ ഇരുന്നാലൊക്കത്തില്ല. അവരുടെ ആരാധനയുടെ തത്വം മറ്റൊന്നാണ്. ദിസ് ഈസ് കോൾഡ് ഓർഡിനേഷൻ, സെറ്റിംഗ് അപ്പ് ആൻ ഓർഡർ, സെറ്റിംഗ് അപ്പ് എ പാറ്റേൺ. ഇത്രയും മനസ്സിലായോ? ഇതാണ് ദൂതന്മാരിങ്ങോട്ട് വിശദീകരിച്ചത്. ഇനിയും ദൈവത്തിൻ്റെ ഡിവൈൻ പാറ്റേൺ മനുഷ്യനെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ പാറ്റേണിലുമാണ്. ഇവിടെ നിന്ന് ഇവനെ തട്ടിയെടുത്ത് കളയുക എന്നതായിരുന്നു ജാതികീയമായ മര്യാദ. ഈ കാലഗതി എന്നതിനെ വിളിക്കും. ഈ ലോകത്തിൻ്റെ കാലഗതിയെ അനുസരിച്ച് നടന്നാൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പ്രാബല്യം പ്രാപിച്ചിറങ്ങി വരുന്ന വീണുപോയ ദൂതന്മാർ, ഏലിയൻസ്, പിശാചുക്കൾ, സാത്താന്യമായൊരു ശക്തി ദൈവിക പാറ്റേണിൽ നിന്ന് പൈശാചിക പാറ്റേണിലേക്ക് നമ്മെ എടുത്തു മാറ്റുവാൻ ശ്രമിക്കും. അതിനോട് പിടിച്ചു നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. സാത്താൻ ആവശ്യമുള്ള പലതും ഉണ്ടായിരിക്കാം, പക്ഷേ എന്നെ അതിന് കിട്ടത്തില്ല. ഞാൻ ദൈവിക സാദൃശ്യത്തിലും ദൈവിക സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ടവനാകയാൽ, ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ പവിത്രതയോടെ നടക്കേണ്ടതാകയാൽ എൻ്റെ മേൽ ഒരു ഓർഡിനേഷൻ ഉണ്ട്. ഇത് നിയമിച്ചത് ദൂതന്മാരാണ്, സെറ്റ് ചെയ്ത ദൂതന്മാരാണെന്ന് ഗലാത്യ ലേഖനം ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയട്ടെ. ഇനി മോശയ്ക്ക് ദൈവം കൊടുത്തത് എങ്ങനെയാണ്? മുഴുവൻ നിയമവും കൊടുത്തു. ഇതിനകത്ത് ഒരു 10 കൽപ്പനകൾ കിടപ്പുണ്ട്. പുറപ്പാട് 20 ആ 10 കൽപ്പനകൾ ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട് കൽപ്പനകൾ എഴുതി. 10 കൽപ്പന മാത്രമേ അതേ വരത്തുള്ളൂ. പക്ഷെ 10 കൽപ്പനകൾ കൊണ്ട് ന്യായപ്രമാണം തീർന്നില്ല. 5 പുസ്തകമാണ്, തീർന്നില്ല. അതിൻ്റെ ഒരു വിശദീകരണം ദൈവം തന്നെ പറഞ്ഞു കൊടുത്തു. പുറപ്പാട് പുസ്തകം 20 മുതൽ 31 വരെയുള്ള 11 അധ്യായങ്ങൾ വെർബലി പറഞ്ഞു കൊടുത്തതാണ്. അതിനകത്തുനിന്നൊരു 10 കൽപ്പനകൾ കൈകൊണ്ട് എഴുതി കൊടുത്തു. തുടർന്നൊരു 11 അധ്യായങ്ങൾ 2 കൽപ്പനകൾ എഴുതിയാൽ എത്രയും തീരത്തില്ലെന്ന് ഓർത്തോണം. 11 അധ്യായങ്ങൾ ദൈവം പറഞ്ഞു കൊടുത്തു. ദാറ്റ്സ് വെർബലി സ്പോക്കൺ, വാചകങ്ങൾ കൊണ്ട് പറഞ്ഞു കൊടുത്തു. 3 ദൈവത്തിൻ്റെ വിശുദ്ധ ദൂതന്മാർ ഓരോ ഭാഗം എടുത്ത് അതിൻ്റെ സാക്ഷാൽ സ്വർഗീയമായ മാതൃക എന്ത് എന്ന് കാണിച്ച് വിശദീകരിച്ചു കൊടുത്തു. മോശേ, നീ ഇന്ന് പുരോഹിതനെ കുളിപ്പിക്കുന്നുണ്ടല്ലോ. എൻ്റെ സന്നിധിയിൽ വരാൻ പോകുന്ന പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാർ ഇതിനകത്ത്
ഉയർത്തിരിക്കുന്ന ദൈവമക്കൾ യേശുവിൻ്റെ ചോരയാൽ കഴുകപ്പെട്ടവരും യേശുവിൻ്റെ ചങ്കിലെ വെള്ളത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരും വെള്ളത്തിൽ സ്നാനമേറ്റവരും ഒക്കെ ആയിരിക്കും. നീ ഇന്ന് തൈലപാത്രമെടുത്ത് ജനത്തെ അഭിഷേകം ചെയ്യുന്നല്ലോ. എൻ്റെ ദാസന്മാർ എന്നെ ശുശ്രൂഷിക്കുവാൻ വരുമ്പോൾ ഞാൻ അവരെ ആത്മാവിൽ ഒരഭിഷേകം കഴിക്കുന്നതാണ്. ഇങ്ങനെ അന്ന് കാണിച്ചു കൊടുത്ത സകലതിൻ്റെയും അർത്ഥവും വ്യക്തതയും ദൂതന്മാർ 40 ദിവസം കൊണ്ട് മോശയ്ക്ക് വിശദീകരിച്ചു. എല്ലാം പർവ്വതമുകളിലെ അനുഭവമാണ്. ഈ താഴ്വരയിൽ ഇറങ്ങിയാൽ ഇതൊക്കെ മറന്നുപോകും. അത് വരാതിരിക്കുവാൻ ആ സ്വർഗീയ സാന്നിധ്യത്തിൽ പർവ്വതമുകളിൽ വെച്ച് ഇത് മുഴുവനും കാണിച്ചു കൊടുത്തു. മോശ അത് മുഴുവനായി ദൈവത്തിങ്കിൽ നിന്ന് വാങ്ങി. ഞാൻ വിശദീകരണം പറഞ്ഞു കഴിഞ്ഞു. മുഴുവനായി ദൈവത്തിങ്കിൽ നിന്ന് വാങ്ങി. പക്ഷേ ഓരോ തലമുറയിലും തിരിച്ചു പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ കാര്യം നമ്മൾ മറക്കരുത്. ദൈവത്തിൻ്റെ ലോ ദൈവം എൻഫോഴ്സ് ചെയ്തു. മോശയുടെ കയ്യിൽ അത് കൊടുത്തേച്ച് പറഞ്ഞു, ഇപ്പം നിങ്ങളെ ഞാനൊരു ജനതയാക്കി മാറ്റി. ഇനി അനുസരിക്കാത്ത ഒരെണ്ണം നിങ്ങളുടെ ഇടയിൽ കാണാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒരുത്തൻ ഇത് അനുസരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് മോനെ, ആ സ്വാതന്ത്ര്യം ഈ ഞങ്ങളുടെ ഇടയിൽ വേണ്ട, ഈ ജനത്തിൻ്റെ ഇടയിൽ നടക്കത്തില്ല. മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞവനെ അമ്പെയ്തോ കല്ലെറിഞ്ഞോ കൈ തൊടാതെ കൊന്നേക്കണം. ഈ അഴുക്കിനെ തല്ലിക്കൊല്ലാൻ പോയാൽ നമ്മുടെ ശരീരത്തെല്ലാം അവൻ്റെ കൈ തൊടത്തില്ലേ? അതും കൂടെ വൃത്തികേടാ, വേണ്ട. ഈ പ്രമാണം അനുസരിക്കാൻ വയ്യാത്തവനെ നിൻ്റെ കൂട്ടത്തിൽ കണ്ടേക്കരുത്, അവരെ ഓരോന്നിനെ വിട്ടേക്കണം. അങ്ങനെ പഴയ നിയമ തത്വങ്ങൾ മുഴുവനായും കൊണ്ട് കൊടുത്തു. പക്ഷേ ഇതിനെതിരെ വ്യാപരിക്കുന്നൊരു ശക്തി ഉണ്ടായിരുന്നു. ഈ പഴയ നിയമത്തിൻ്റെ ഏത് തലമുറ എടുത്താലും ആ തലമുറകൾ മുഴുവനും ദൈവപ്രമാണത്തിൽ നിന്ന് മാറിക്കൊണ്ടിരുന്നു. കാരണം കൊലോസ്യലേഖനം 1:16-17 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ എന്നിങ്ങനെ സൃഷ്ടിയുടെ സമയത്ത് ദൈവം സൃഷ്ടിച്ച ശക്തിയേറിയ ദൂതന്മാരിൽ വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിൻ്റെ അധിപതിയും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവിൻ്റെ ശക്തിയും ദൈവസാന്നിധ്യം വിട്ടുപോകുകയും അവർ മനുഷ്യനെ ദൈവത്തിൻ്റെ പാറ്റേണിൽ നിന്ന് മാറ്റി പൈശാചിക പാറ്റേണിലേക്ക് മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാൻ പുതിയ നിയമത്തിൽ എത്തിയില്ല. പഴയ നിയമം ഏത് തലമുറയിൽ തൊട്ടാലും എല്ലാ തലമുറയും ആകാശരാജ്ഞിക്ക് ബലി കഴിക്കാൻ പോയി, അന്യദേവതകളെ ആരാധിക്കാൻ പോയി. എന്താ കാര്യം? അവരെ പിടിച്ചു വലിക്കുന്ന ഒന്ന്. പിടിച്ചു വലിക്കുവാനുള്ളത് എവിടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം മുതലായി അവരുടെ ജഡീക അവയവങ്ങളിൽ വ്യാപരിച്ചിരുന്ന ശക്തികളിലേക്ക് ഇത് ഇഴുകിച്ചേരുകയും അങ്ങനെ ജനം ദൈവപ്രമാണം വിട്ടുപോവുകയും ചെയ്തു. ദൈവപ്രമാണം വിട്ടുപോയ ഓരോ കാലത്തും ദൈവം തുടർന്ന് പ്രവാചകന്മാരെ അയച്ചു. അല്ലെ ന്യായപ്രമാണം കൊടുത്തേച്ച് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. നോ, ദൈവം ന്യായപ്രമാണം കൊടുത്ത ശേഷം പ്രവാചകന്മാരെ കൂടെ അയച്ചു. ഒരിക്കൽ ഒരു കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കതകുകൾക്ക് ലോക്ക് വെച്ചത് കൊണ്ട് മാത്രമായില്ല. നമ്മുടെ കതകുകൾ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറെ ആർക്കും പ്രവേശനമില്ലെന്ന. അതുകൊണ്ട് തന്നെ ആയില്ല ആ ലോക്ക് നോക്കാൻ പോലീസിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. ഇല്ലേ, ഇവന്മാർ പൊളിച്ചു കയറും. നിയമങ്ങൾ കൊണ്ട് മാത്രമായില്ല. ആ നിയമം ലംഘിക്കപ്പെട്ടാൽ അന്നന്ന് വാൺ ചെയ്തു കൊടുക്കുവാൻ പ്രവാചകന്മാരും, അനുസരിക്കാതെ വന്നാൽ കുറേ ശിക്ഷാ നടപടികളും ദൈവം തന്നെ പഴയ നിയമത്തിൽ തന്നെ ഏർപ്പെടുത്തി. ഞാനങ്ങ് മുന്നോട്ട് പോയിക്കോട്ടെ. ഈച്ച് ജനറേഷൻ, നമ്മുടെ ജനറേഷനിലും ഇത് തന്നെയാണ് നമ്മൾ നേരിടുന്നത്. ഈ തലമുറ വരെ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ വരുമ്പോൾ ഈ ലോകത്തിൻ്റെ കാലഗതി, ആകാശത്തിൻ്റെ അധിപതി, അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ശക്തി, ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? ഇത് പറഞ്ഞാൽ നമുക്ക് തെറ്റ് വരാതിരിക്കാം. എനിക്കറിയാം, ചിലയിടങ്ങളിൽ സ്റ്റേജിലോട്ട് കയറുന്നത് പോലെ ഇടയ്ക്കൊരു സ്റ്റെപ്പ് കാണും. കണ്ണിന് കാഴ്ച കുറവുള്ള എന്നെപ്പോലുള്ളവർ വന്നാൽ, എന്നെ ഇച്ചിരൂടെ മോശമായവരോടായിരിക്കാം, അല്ലെ എൻ്റെ പാറ്റേൺ മുതൽ വന്നാൽ ആളുകളൊരു വാണിംഗ് വരെയും, സൂക്ഷിച്ചോണേ സ്റ്റെപ്പുണ്ട്. പറഞ്ഞാലും പറഞ്ഞില്ലേലും സ്റ്റെപ്പ് അവിടെ ഉണ്ട്. പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നത്? സൂക്ഷിച്ചാൽ തട്ടാതിരിക്കുക, സൂക്ഷിച്ചാൽ വീഴാതിരിക്കുക. അതാണ് ഞാനും ഈ പറയുന്നത്. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇതവിടെ ഉണ്ട്. പക്ഷെ സൂക്ഷിച്ചാൽ രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരു വാണിംഗ് എടുത്തു പറയുന്നത്. ഈ ശക്തികൾ നമ്മുടെ മേലുണ്ട്. ഇത് നമ്മെ സ്വാധീനിക്കേണ്ടതിന്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, നമ്മുടെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങൾ, ജഡത്തിൻ്റെ ഇച്ഛകൾ, ഇവയൊക്കെ നമ്മുടെ ശരീരത്തുമുണ്ട്. മുകളിൽ വരുന്ന ശക്തി ഈ ശരീരത്തെ മിസ്ട്യൂൺ ചെയ്ത് ദൈവത്തിൻ്റെ പൂർണ്ണഹിതത്തിൽ നിന്ന് മാറ്റിക്കളയാതെ ഒന്ന് സൂക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഒറ്റ ചാട്ടത്തിരിഞ്ഞ് ചാടുകയാണ്. ഈ ശക്തികളെ മുഴുവനും പുതിയ നിയമത്തിൽ കാൽവറിയിൽ എൻ്റെ യേശു തോൽപ്പിച്ചു. എൻ്റെ യേശു തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നുകളഞ്ഞു എന്നൊരർത്ഥമില്ല. അതെന്നെ കടന്നാക്രമിക്കാതെ എനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടുവാനുള്ള ഒരു ജയമായി എനിക്ക് തന്നത്.
ആരും തെറ്റിദ്ധരിക്കരുത്. പിശാചിൻ്റെ തല തകർത്തു എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം പിശാചിനെ കൊന്നെന്നാ. എങ്കിൽ സുഖമായിരുന്നല്ലോ, അല്ലേ? സുഖമൊന്നും അല്ല. അങ്ങനെ കൊന്നുപോയാൽ പിന്നെ ഞാൻ ആരോടാ ജയിക്കുന്നത്? എനിക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ യുദ്ധം ചെയ്യാൻ ഒരാൾ വേണം. എനിക്ക് പ്രതിഫലം വേണമെങ്കിൽ ജയിക്കണം. അതുകൊണ്ട് അതിനെ കൊല്ലാൻ ഞാനായി സ്തോത്രം. പക്ഷേ എന്നെ ജയിക്കാതെ വേണം അതിൻ്റെ ശക്തിയെ കുറച്ച് കളഞ്ഞ അതിനിന്നും ബലമുണ്ട്. പക്ഷേ എന്നിലുള്ള ജഡീക അവയവങ്ങൾ ചത്തെങ്കിൽ പിന്നെ അവന് എന്നോടൊന്നും ചെയ്യാനില്ല. എന്നോട് അങ്ങനെ വ്യക്തമായി ഒന്നും ചെയ്യാതെ വേണം അവൻ്റെ തലയെ തകർത്ത് യേശു ശത്രുവിൻ്റെ മേൽ എനിക്ക് ജയം തന്നു. അവനെക്കൊണ്ട് ആയുധവർഗം താഴെ വെപ്പിച്ചേച്ച് ദൈവത്തിൻ്റെ സർവായുധവർഗം എന്നോട് ധരിക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നെ കൊണ്ട് ധരിപ്പിച്ചു. കേവലം മരണം കൊണ്ട് തീർന്നില്ല, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. തുടർന്ന് സഭ അതിൻ്റെ ഓർഡിനേഷനിലേക്ക് വന്നു. ഇന്നാണ് ഓർഡൈൻഡ് എന്ന പദം ഞാൻ ആദ്യം ഈ ചിത്രത്തിന് കൊടുക്കുന്നത്. ഈ പഴയ ചിത്രങ്ങൾ തന്നെ ഞാൻ എടുക്കുന്നത് മറന്നുപോകാതെ ഓർത്തിരിക്കാനായിട്ട്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി നമ്മൾ ഈ ചർച്ചിൽ ഉപയോഗിച്ച് വരുന്ന ചിത്രങ്ങൾ തന്നെ ഞാൻ ആവർത്തിക്കുന്നത്. റൈറ്റിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ചർച്ചിനെ ഡെഡിക്കേറ്റ് ചെയ്തു എന്ന്. അതെ, അന്നത്തെ വിശദീകരണത്തിൽ അതായിരുന്നു വേണ്ടിയിരുന്നത്. ഇന്നത്തെ വിശദീകരണത്തിൽ സഭയ്ക്കാവശ്യമുള്ള സകലതും സെറ്റപ്പ് ചെയ്തു. പാറ്റേൺസ്, ലൈഫ് സ്റ്റൈൽ, ഡ്രസ് കോഡ്, ആചാരക്രമങ്ങൾ, ആരാധന ശൈലികൾ മുതലായി സകലതിൻ്റെയും പാറ്റേൺ സെറ്റപ്പ് ചെയ്തു. ഇതെല്ലാം കൂടി പഴയ നിയമവും പുതിയ നിയമവുമായി രണ്ട് നിയമങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒരു പുസ്തകം ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. ദാറ്റ്സ് ഫൈൻ. ഒന്ന്, ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് ഒരു ഓർഡിനേഷൻ, സകല പ്രമാണങ്ങളെയും ദൈവം സ്ഥാപിച്ചു. രണ്ട്, ആ പ്രമാണങ്ങൾ എഴുതി വെച്ച പുസ്തകത്തെ ഗൗരവമാക്കി നമ്മുടെ കയ്യിൽ തന്നു. മത്തായിയുടെ സുവിശേഷം മുതൽ യോഹന്നാൻ്റെ സുവിശേഷം വരെ എടുത്താൽ പുതിയ നിയമം എങ്ങനെയാണ് തുടങ്ങിയതെന്ന ബൈബിൾ പറയുന്നത്? ദൈവം താൻ പറഞ്ഞു തുടങ്ങിയതും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പരിശുദ്ധാത്മാവ് സാക്ഷി നിന്നതും, മൂന്ന്, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ എബ്രായർ 2. ഇത്ര വലിയ രക്ഷയെ ആരാ ഇത് പറഞ്ഞു തുടങ്ങിയത്? ദൈവം താൻ പറഞ്ഞു തുടങ്ങിയതും. നമുക്കൊന്ന് നോക്കാം അങ്ങനെ ആയിരുന്നു എന്ന്. അതെ, വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷങ്ങൾ യേശു നേരിട്ട് സംസാരിക്കാൻ തുടങ്ങി. ദൈവം താൻ പറഞ്ഞു തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തികളും കൂടെ ചേർത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളുമായി ദൈവം തൻ്റെ വചനത്തെ ഉറപ്പിക്കാൻ തുടങ്ങി. ദൈവം താൻ പറഞ്ഞു തുടങ്ങിയതും പിന്നെ അത്ഭുതങ്ങളാലും അടയാളങ്ങളും വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവിനെ തന്നുകൊണ്ട് ദൈവം സാക്ഷി നിന്നതും, ഒടുവിൽ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ, ഇനി കേട്ടവർ ഒരു ഘടകം കൂടെ ഉണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾ യേശു തന്നെ പഠിപ്പിച്ചു. യേശു തൻ്റെ ശിഷ്യന്മാരെ ട്രെയിനപ്പ് ചെയ്തു. നിങ്ങൾ എങ്ങനെ കഴിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ രോഗിയെ സൗഖ്യമാക്കണം, എങ്ങനെ ഭൂതത്തെ പുറത്താക്കണം, യേശു തന്നെ തൻ്റെ ശിഷ്യന്മാരെ ട്രെയിൻ ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 41-42 വാക്യങ്ങൾ വായിച്ചാൽ ശിഷ്യന്മാർ ജനത്തെ പഠിപ്പിച്ചു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോടങ്ങ് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അവർ അപ്പോസ്തലന്മാരുടെ കാൽക്കലിരുന്നു. അവർ അപ്പോസ്തലന്മാരോട് ചേർന്നിരുന്നു. ലോകവുമായി വിട്ട് അപ്പോസ്തലന്മാർ ക്രിസ്തുവിങ്കിൽ നിന്ന് പഠിച്ചത് അവരിലേക്ക് പകർത്തിയെടുക്കേണ്ടതിന് കേട്ടവർ ഉറപ്പിക്കാൻ തുടങ്ങി. അവർ ഉറപ്പിച്ചു കൊടുത്തു. അങ്ങനെ അപ്പോസ്തലന്മാരുമായി അവർ ഒരുമിച്ചിരുന്നു. 2 തെസ്സലോനിക്കർ 2:15 വരുമ്പോൾ therefore brethren stand fast and hold the traditions. ആ പദം ഒന്ന് കേട്ടോണം. ട്രഡീഷൻസ്. നമുക്ക് ട്രഡീഷൻസ് ഇല്ലെന്ന് പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞത് ഒരു മഹാമരമണ്ഡത്തം, വിവരമില്ലാത്ത ആരാണ്ട് പറഞ്ഞത് വി ഒബ്സർവ് ട്രഡീഷൻ. എ എന്ന അക്ഷരം എ എന്നും ബി എന്ന അക്ഷരം ബി എന്നും അംഗീകരിക്കുന്നത് ട്രഡീഷൻ മുഖേനയാണ്. ഇല്ലെങ്കിൽ ഞാൻ എ എഴുതുമ്പോൾ നിങ്ങൾ ഇസഡായി മാറിപ്പോയേനെ. വി ഫോളോ എ ട്രഡീഷൻ. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ ട്രഡീഷനിൽ, മലയാളത്തിൻ്റെ ട്രഡീഷനിൽ ഇടത്തു നിന്ന് വലത്തോട്ട് എഴുതും. ചില ഭാഷകൾ വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതും. അത് ആ ഭാഷയുടെ ട്രഡീഷനാണ്. ഇതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ, ദർ ഇസ് എ ട്രഡീഷൻ, ദർ ഇസ് എ കോഡ്. ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക, ദ ട്രഡീഷൻ, ബ്രദറൻ സ്റ്റാൻഡ് ആൻഡ് ഹോൾഡ് ഫോസ്റ്റ് ദ ട്രഡീഷൻസ് വിച്ച് വി ഹാവ് ഗിവൺ. അത് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. നിങ്ങളത് അറിഞ്ഞേ മതിയാകത്തുള്ളൂ. മറ്റ് അപ്പോസ്തലന്മാർ പറഞ്ഞ ആ ട്രഡീഷൻസ്, അവിടെ താൻ എടുത്തു പറയുന്ന പദം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യണമെന്നല്ല. മറക്കരുത്, തനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായിരുന്ന ഒരു 2 പേരുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. ഒരളവിൽ 4 പേരുമായി ബന്ധമുണ്ടായിരുന്നു. ഈ 4 പേരിൽ നിന്നും അദ്ദേഹം എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ ട്രഡീഷൻ ഞാൻ നിങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്, അത് നിങ്ങൾ മറന്നു കളയരുതേ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കാണാം.
ശ്രേഷ്ഠ അപ്പോസ്തലന്മാർ തൂണുകൾ എന്നെണ്ണപ്പെട്ടിരുന്നത് യോഹന്നാൻ അപ്പോസ്തലൻ, യാക്കോബ് അപ്പോസ്തലൻ, പത്രോസ് അപ്പോസ്തലൻ എന്ന ഈ 3 വ്യക്തികളെയാണ്. ഈ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യോഹന്നാൻ, യാക്കോബ്, പത്രോസ് എന്ന 3 പേരെക്കുറിച്ച് വിശുദ്ധ പൗലോസ് തന്നെ എടുത്തു പറയുന്നുണ്ട്. ശ്രേഷ്ഠ അപ്പോസ്തലന്മാർ എന്ന് വിളിച്ചിരുന്നത് ഇവരെ യേശു നേരിട്ട് ട്രെയിൻ ചെയ്ത കൂട്ടത്തിലെ പ്രധാനികളായിരുന്നു എന്ന് മറക്കരുത്. അടുത്തത് ഒടുവിൽ അകാലപ്രജ പോലെ ജനിച്ച പൗലോസ് രംഗത്ത് വന്നു. അപ്പോസ്തലനാണ് താൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറവുള്ളവനല്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്ത പൗലോസ് ഈ 4 പേര് ചേർന്നാണ് സത്യത്തിൽ പുതിയ നിയമസഭയുടെ ഉപദേശ സംഹിതകൾ, പ്രായോഗിക ജീവിതങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ഇവിടെ മുതലാണ് തുടങ്ങിയത്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. അബ്രഹാമിനെ ജാതിയിൽ നിന്ന് വിളിച്ച് മോശയുടെ കാലമായപ്പോഴത്തേക്ക് തന്നെ കംപ്ലീറ്റ്ലി മാറ്റി ദൈവത്തിൻ്റെ ദിവ്യപ്രമാണം തനിക്ക് എത്തിച്ചു കൊടുത്തു എന്ന് പറയുന്നത് പോലെ അതിഗൗരവമേറിയ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ദൈവം താൻ പറഞ്ഞു തുടങ്ങി. ആത്മാവിനെ സാക്ഷി നിർത്തി അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും തെളിയിച്ചു. തുടർന്ന് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. ഇതിൽ യോഹന്നാൻ, യാക്കോബ്, പത്രോസ് എന്നീ 3 പേരെക്കുറിച്ച് ഒരു വിശദീകരണത്തിൻ്റെയും ആവശ്യമില്ല. യേശു അവരെ കൂട്ടിക്കൊണ്ട് നടക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു എന്നത് ഉറപ്പാണ്. യൂദാ അപ്പോസ്തലൻ യാക്കോബിൻ്റെ സഹോദരനും യേശുവിൻ്റെ സഹോദരനുമാണ്. കസിനെന്നോ സ്വന്തം സഹോദരനെന്നോ ഒരു വാദപ്രതിവാദത്തിനല്ല ഞാൻ തയ്യാറാകുന്നത്, സഹോദരനായിരുന്നു എന്ന് പറയാൻ മാത്രം. ആ യൂദാ അപ്പോസ്തലന് ഒരു 25 വാക്യം എഴുതാൻ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിലും അതിപ്രധാന ഭാഗങ്ങൾ എഴുതിയത് ഈ 4 പേർ ചേർന്നിട്ടാണ്. ഈ 4 പേരിൽ ഇനി പൗലോസിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പദമുണ്ട്. മോനെ തീമോത്തിയോസേ, 1 തീമോത്തിയോസ് 3:15 ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നീ നടക്കേണ്ടത് എങ്ങനെ എന്നറിയേണ്ടതിന് there is a code, a life style എനിക്ക് നിൻ്റെ മുമ്പിൽ പറയാനുണ്ട്. നീ അറിയേണ്ടതിന് ഞാനിത് പ്രസ്താവിക്കുന്നു. ഈ നിയമം ലംഘിച്ച് ദൈവസഭയിൽ നടന്നാൽ നീയും ശിക്ഷിക്കപ്പെടും. നീ നിന്നെ തന്നെ സൂക്ഷിക്ക്, നിൻ്റെ ഉപദേശത്തെ സൂക്ഷിക്ക്. ഇത് രണ്ടും സൂക്ഷിച്ചാൽ നിന്നെയും നിൻ്റെ ഉപദേശം കേൾക്കുന്നവരെയും നിനക്ക് രക്ഷിപ്പാനാകും. ആകയാൽ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാം ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് ഞാൻ ഇത് എഴുതുകയാണ്. 2 തെസ്സലോനിക്കർ 3:6 നൗ ഐ കമാൻഡ് യു ബ്രദറൻ. എന്നെ പദമായി ഉപയോഗിച്ചിരിക്കുന്നത് ഐ കമാൻഡ് യു. രാജാവ് കൽപ്പിക്കുന്നത് പോലെ, ഒരു രാജ്യത്തെ സൈന്യാധിപൻ തൻ്റെ സൈന്യത്തോട് പറയുന്നത് പോലെ ആ പദത്തെയാണ് കമാൻഡ് എന്ന് പറയുന്നത്. പൗലോസേ, ഞങ്ങളോടങ്ങ് കമാൻഡ് ചെയ്യാൻ നമുക്കൊന്ന് തിരിഞ്ഞാലോചിച്ച് ചോദിക്കാം. ഞാനും ദൈവവേദനല്ലേ? ഞാനും മാനസാന്തരപ്പെട്ടതല്ലേ? ഞാനും രക്ഷിക്കപ്പെട്ടതല്ലേ? ഞാനും സ്നാനപ്പെട്ടതല്ലേ? അങ്ങ് ഭക്ഷിക്കുന്ന കർത്തൃമേശയിൽ നിന്നല്ലേ ഞാനും ഭക്ഷിക്കുന്നത്? അങ്ങ് എന്നെ വിളിച്ച് കമാൻഡ് ചെയ്യാൻ ആരാ? എനിക്ക് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമില്ലേ? എൻ്റെ മേൽ കയറാൻ നീ ആരാ? ഈ ചോദ്യങ്ങളെല്ലാം ഒരളവിൽ ചോദിക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ദൈവസഭയുടെ പ്രമാണം ഞാൻ നിങ്ങളെ അറിയിക്കുമ്പോൾ ഇതിനേക്കാൾ കുറഞ്ഞ ഒരു പദത്തിലേക്ക് പോകുവാൻ ഒക്കത്തില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചു. ലോകത്തിൻ്റെ ട്രഡീഷൻ അനുസരിച്ച് പോകരുത്. ഐ കമാൻഡ് യു ദ നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ദാറ്റ് യീ വിഡ്രോ യുവർസെൽഫ് ഫ്രം എവറി ബ്രദറൻ. ഞങ്ങൾ കൽപ്പിക്കാത്ത വാക്കുകൊണ്ടോ ലേഖനം കൊണ്ടോ അറിയിച്ച പ്രമാണങ്ങൾ വിട്ട് ക്രമം തെറ്റി നടക്കുന്ന ഏവനോടും അകന്നു സൂക്ഷിച്ചു കൊള്ളുവാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. എന്താ പൗലോസേ, അങ്ങ് പറയുന്നത് കേൾക്കാത്ത ഒരുത്തനോടുകൂടെ ഞങ്ങൾ പോലും കൂട്ടുപിടിക്കരുതെന്നോ? പിന്നെ എല്ലാവരെയും സ്നേഹിക്കാൻ പറഞ്ഞത് എന്നതാ? മിണ്ടായില്ല, ഞാൻ പറയുന്നത് കേൾക്ക്. ഞങ്ങൾ തന്ന പ്രമാണം അത് വാക്കുകൊണ്ട് പോലും ലേഖനങ്ങൾ കൊണ്ടുപോലും അനുസരിക്കാതെ ക്രമം കെട്ട് നടക്കുന്നവരോട് അകന്ന് മാറിക്കൊള്ളാൻ. എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ അവർ കല്ലേറ് വരും, നിനക്കും കൂടെ കിട്ടിയെന്ന് വരും. അകന്ന് മാറിക്കൊള്ളുവാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ താൻ പറയുന്നുണ്ട്, ഫ്രം ദ ഡോക്ട്രിൻസ് ഓഫ് വിച്ച് യു ആർ ഡെലിവേർഡ്. നീ പൈശാചികമായ ഡോക്ട്രിനുകളിൽ നിന്ന്, തെറ്റി നടക്കുന്ന ആ ഉപദേശങ്ങളിൽ നിന്ന്, അവിടെ ഉപദേശം എന്ന് പറയുന്നത് പ്രായോഗിക ജീവിതത്തെയാണെന്ന് മറക്കരുത്, അവയിൽ നിന്ന് നിങ്ങൾ തെറ്റി ഒഴിഞ്ഞ് വന്നവരാണെന്ന് ഓർത്തുകൊണ്ട് തിരിച്ചു പോകാതെ ശ്രദ്ധിച്ചോണം. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ, എൻ്റെ സഹോദരന്മാരെ, വിശദീകരണത്തിന് സമയം കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ പൗലോസിൻ്റെ ജീവിതം ഒന്ന് എളുപ്പം തൊടട്ടെ. അടുത്ത 5-6 മിനിറ്റ് കൊണ്ട് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതം ഞാനൊന്ന് എളുപ്പം തൊടാൻ നോക്കട്ടെ. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച്
അമാനുഷികമായ ഒരു ശക്തിയാൽ താൻ നിലത്ത് വീഴുകയും അവിടെ വെച്ച് നേരിട്ട് യേശുവിൻ്റെ ശബ്ദം കേൾക്കുകയും താൻ അവിടുന്ന് ദമസ്കോസിലേക്ക് പോകാതെ നേർവീഥി എന്ന തെരുവിലേക്ക് പോയി അവിടെ 3 ദിവസം പാർക്കുകയും ആ 3 ദിവസത്തിന് ശേഷം യേശുവിൻ്റെ മാർഗത്തിൽ ചേരുവാൻ സ്നാനമേറ്റ് തുടർന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ചില ദിവസങ്ങൾ ദമസ്കോസിൽ താമസിച്ചു. ദമസ്കോസിൽ തനിക്കെതിരെ യഹൂദന്മാർ കൂട്ടുകെട്ടുണ്ടാക്കി ഭയങ്കര പ്രശ്നമായി. കാര്യം ഈ തലമുറയെ ഭരിക്കുന്ന വേറൊരു ശക്തിയുണ്ട്. ആ ശക്തി എഴുന്നേറ്റു. വാഴ്ചകൾ, അധികാരങ്ങൾ, ആ ശക്തി എഴുന്നേറ്റു. ഈ പൗലോസിനെതിരെ ഇവനെ കൊന്നുകളയാൻ ശ്രമിച്ചു. സഹോദരന്മാർ ചേർന്ന് അദ്ദേഹത്തെ ഒരു കൊട്ടയുടെ അകത്താക്കി, വലിയ വള്ളിക്കൊട്ടയ്ക്കകത്തായിരിക്കാം, ഒരു കൊട്ടയുടെ അകത്താക്കി മതിലിൻ്റെ മേളിൽ കൂടെ കെട്ടിത്തൂക്കി പുറത്തിറക്കി. അങ്ങനെ രാത്രിയിൽ ആരും കാണാതെ അദ്ദേഹം അവിടുന്ന് ഒരു ഓട്ടമോടി നേരെ അറേബ്യയിലെത്തി. തുടർന്ന് അദ്ദേഹം പറയുന്നത് അറേബ്യയിൽ ഒരു 3 വർഷം ഉപവാസ പ്രാർത്ഥനയായിരുന്നു. അന്തരീക്ഷം അങ്ങ് മാറി. ഈ സമയത്താണ് താൻ 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടത് എന്നൊരു പൊതുധാരണയുണ്ട്. അല്ല, തന്നെ കല്ലെറിഞ്ഞ കൂട്ടത്തിൽ ലുസ്രയിൽ വെച്ചാണ് പോയതെന്ന് പറയുന്നവരുണ്ട്. ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പോയെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ഒക്കെ പോയാൽ ചില മിനിറ്റുകളുടെ സമയമേ സ്വർഗത്തിൽ കിട്ടത്തുള്ളൂ. മോശ എത്ര നാളാണ് ഇരുത്തിയത്? 40 രാപകലുകൾ. പൗലോസിനെ അതിൽ കുറച്ചാണോ ഇരുത്തിയത്? അതിനേക്കാൾ കൂടുതൽ ഇരുത്തിയിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഒറ്റ സന്ദർഭമേ അതിന് ബൈബിളിലുള്ളൂ. ഇതാണ് താൻ അറേബ്യയിൽ 3 വർഷം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറി. ആ പ്രാർത്ഥന കഴിഞ്ഞ് ആ സമയത്തായിരിക്കാം 1 വർഷമോ 2 വർഷമോ 3 വർഷമോ 1 ദിവസമോ 1 മണിക്കൂറോ, ഐ ഡോണ്ട് നോ. ബട്ട് ദൈവത്തിന് ആവശ്യമുള്ള അത്രയും സമയം തന്നെ 3-ാം സ്വർഗം വരെ കൊണ്ടുപോയി. പറുദീസയോളം എടുക്കപ്പെട്ടു. ദൂതന്മാരുടെ സംസർഗം, ദൈവത്തിൻ്റെ സിംഹാസനം, മനുഷ്യക്കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് തനിക്കവിടെ കാണുവാൻ കഴിഞ്ഞു. മനുഷ്യ ചെവികൾ കൊണ്ട് കേൾക്കാൻ കഴിയാത്തത് തനിക്കവിടെ കേൾക്കുവാൻ കഴിഞ്ഞു. ആ സമയം ദൈവം തന്നെ നേരിട്ട് മോശയ്ക്ക് കൽപ്പന വിശദീകരിച്ചതുപോലെ വിശദീകരിച്ചു തന്ന കൂട്ടത്തിൽ താൻ പറഞ്ഞു, കർത്തൃമേശയെക്കുറിച്ച് എനിക്ക് വിശദീകരിച്ചു തന്നു. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത്. ഇതും വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു തൻ ദമസ്കോസിൽ വന്നു. ഒന്ന് എളുപ്പം തൊടുക. തിരിച്ചു തൻ ദമസ്കോസിൽ വന്നു. ദമസ്കോസിൽ നിന്ന് തന്നെ പത്രോസ് അപ്പോസ്തലനെ ഒന്ന് കാണേണ്ടതിന് വേണ്ടി യെരുശലേമിലേക്ക് പോയി. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ബർന്നബാസ് പൗലോസിനെ പത്രോസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു. അവരെ തമ്മിലൊന്ന് പരിചയപ്പെടുത്തി. ഒരു 15 ദിവസം പത്രോസിൻ്റെ കൂടെ അങ്ങ് താമസിച്ചു. ആ കൂട്ടത്തിൽ യാക്കോബിനെ കണ്ടു എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട്. ആ 15 ദിവസം താമസിച്ച കൂട്ടത്തിൽ യാക്കോബിനെ കണ്ടു. അവർ ചില കാര്യങ്ങൾ തന്നോട് പറഞ്ഞു. എങ്ങനെയൊക്കെ ആയിരിക്കണം അവർ പറഞ്ഞ കൽപ്പനയും ഏറ്റെടുത്തേച്ച് പറഞ്ഞു, അതാണ് ഞാൻ തെസ്സലോനിക്ക സഭയ്ക്ക് കൈമാറിയത്. അവർ പറഞ്ഞതുപോലെ നിങ്ങൾ നടന്നോണം. വിട്ടില്ല. ഈ പൗലോസ് വന്ന് പത്രോസിൻ്റെ കൈവപ്പ് വാങ്ങിച്ചു. പത്രോസിൻ്റെ കയ്യിൽ നിന്ന് ഒരു അപ്പോസ്തോലിക് അതോറിറ്റി ഏറ്റുവാങ്ങി. എന്നിട്ട് അവിടുന്ന് നേരെ പോയി ഉപവാസ പ്രാർത്ഥനയ്ക്കിരുന്നു. സഭയുടെ കൈവപ്പ് വാങ്ങിച്ചു. ദൈവമേ, 3-ാം സ്വർഗത്തോളം പോയി 3 നാളുകൾ 3-ാം സ്വർഗത്തിൽ കഴിഞ്ഞ മനുഷ്യന് ഇനി പത്രോസിനെ കണ്ടിട്ട് എന്നെ എടുക്കാനാ? താൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരോടല്ല പഠിച്ച ദൈവത്തോടാ. പിന്നെ എന്തിനാ പത്രോസിനെ പോയി കണ്ടത്? അവിടെ ചെന്നപ്പോൾ മനസ്സിലായി, സ്വർഗീയ പാറ്റേൺ മാറ്റാൻ എനിക്കൊക്കത്തില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ ദൈവമാണെങ്കിലും പുത്രൻ പിതാവിന് കീഴടങ്ങിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനും കീഴടങ്ങുന്നു. ശക്തിയേറിയ 24 മൂപ്പന്മാർ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കീഴടങ്ങിയിരിക്കുന്നു. 4 ജീവികൾ മൂപ്പന്മാർക്കും കൂടെ കീഴടങ്ങിയിരിക്കുന്നു. അതിൻ്റെ കീഴിലുള്ള സാറാഫുകൾ സകല ശക്തികൾക്കും കീഴടങ്ങിയിരിക്കുന്നു. സ്വർഗത്തിലൊരു പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ വിട്ടാൽ പിന്നെ അത് ദൈവസഭ അല്ല. എന്നെ നേരിട്ടങ്ങ് അഭിഷേകം ചെയ്തിടാ, പിടിച്ചോടാ. ആരോടാപ്പ ഈ വർത്താനം പറയുന്നേ? ബൈബിൾ ഒരു പ്രാവശ്യം പോലും വായിക്കാത്ത പൊട്ടനോടോ, ഇത് വായിച്ചവനോട് ചോദ്യര്, അല്ലെങ്കിൽ ഇത് അറിയാവുന്നവനോട് ചോദ്യര്. ഈ സ്വർഗീയ പാറ്റേൺ ലംഘിക്കുവാൻ അസംഭവ്യം കഴിയുന്നതല്ല. ആ സ്വർഗീയ പാറ്റേൺ പൗലോസ് അനുസരിച്ചു. പക്ഷേ അപ്പോസ്തലന്മാർ അയോഗ്യമായി ഇത് സംസാരിച്ചപ്പോൾ ആരെന്ന് നോക്കാതെ എതിർത്ത് നിൽക്കുകയും തൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതിന് വേണ്ടി അവരോട് സംസാരിക്കുകയും അവരെ കൺവിൻസ് ചെയ്യുകയും ചെയ്യുവാൻ പൗലോസ് അപ്പോസ്തലന് കഴിഞ്ഞിരുന്നു. ഈ താൻ ഇങ്ങനെ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച ശേഷം തിരിച്ചു വന്നു. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു ഭാഗത്തൂടെ ഒന്ന് ഓടിച്ചു പോകാൻ താല്പര്യപ്പെടുന്നു. ആരാധനയെക്കുറിച്ച് താൻ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം ഒന്ന് എടുക്കാൻ പോകുകയാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 23 വരുമ്പോൾ ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തതാ. താൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ പ്രമാണങ്ങൾ പാലിക്കാത്തവനോട് നിങ്ങൾ അകന്ന് മാറിക്കൊള്ളണം. കാര്യം എൻ്റെ പ്രമാണങ്ങൾ വളരെ പ്രധാനമുള്ളതാണ്. വാക്യങ്ങൾ എഴുതിയെടുക്കേണ്ടവർക്ക് അതിന് തന്നെ സമയം കുറവായിരിക്കും. വേറൊരു ദിവസം എഴുതി തരാൻ നോക്കാം. ഞാൻ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യങ്ങളിൽ നിങ്ങളുടെ സഭാരാധനകളെ, നിങ്ങളുടെ കൂടിവരവുകളെ ഒരിക്കലും ഉപേക്ഷയായി വിചാരിക്കരുത്.
നിങ്ങളുടെ കൂടിവരവുകളെ ഒരിക്കലും ഉപേക്ഷയായി വിചാരിക്കരുത്. സഭായോഗങ്ങളെ നാളടുക്കുന്നുവെന്ന് തോന്നും തോറും, ഈ തലമുറയാണ് എടുക്കപ്പെടേണ്ട തലമുറ, ഇത് അടുക്കുന്നുവെന്ന് തോന്നിടുന്നിടത്തോളം ഇത് അധികമായി ചെയ്യുവാൻ താൻ എടുത്തു പറയുകയാണ്. നമ്മുടെ സ്വന്തം സഭായോഗം ഉള്ളപ്പോൾ, നമ്മുടെ സ്വന്തം കൂടിവരവുകൾ ഉള്ളപ്പോൾ എൻ്റെ സഹോദരന്മാരെ, സ്വർഗത്തിൽ പോകേണ്ടത് ആവശ്യമാകയാൽ ഇത് ഉപേക്ഷയായി കരുതരുത്. വേറെ എവിടെ എന്തോ നടന്നാലും ഞങ്ങളുടെ സഭായോഗം കഴിഞ്ഞേ ഉള്ളൂ. ബാക്കി കാര്യം നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി കരുതരുത്. റോമർ 12:1-2 വാക്യങ്ങളിൽ, ഒന്ന്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ളതായി നിങ്ങൾ സമർപ്പിക്കുക. എൻ്റെ ശരീരം ജീവനുള്ള ആരാധനയാണ്, ഇത് വിശുദ്ധിയുള്ള ആരാധനയാണ്. ദൈവത്തിന് പ്രസാദം, ദൈവത്തിന് പ്രസാദം അല്ലാത്ത പലതുമുണ്ട്, ദൈവത്തിന് പ്രസാദം ഉള്ള ചിലതുണ്ട്. ദൈവത്തിന് പ്രസാദമുള്ളതായി നിങ്ങൾ മാറിക്കൊള്ളണം. റോമാലേഖനം 6-ന്റെ റോമാലേഖനം തന്നെ 2-ന്റെ അപ്പസ്തോലപ്രവൃത്തി 2:40, അപ്പസ്തോലപ്രവൃത്തി 2:40, ദൈവത്തിന് പ്രസാദകരമായി ഇരിക്കണമെങ്കിൽ നിങ്ങൾ ഈ തലമുറയോട് അകന്നുകൊള്ളണം. വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ മാറിക്കൊള്ളണം. അതിനോടുകൂടെ പോകരുത്, ഈ കാലഗതിക്കനുസരിച്ച് പോകരുത്. ഓരോ കാലത്തും വ്യത്യസ്ത ശക്തികൾ, ഏലിയൻസ് അല്ലെങ്കിൽ വീണുപോയ ദൂതന്മാർ എഴുന്നേറ്റ് വ്യത്യസ്ത ഫാഷനുകൾ കൊണ്ടുവരും. അതുകൊണ്ട് ഓർത്തോണം, അതിൻ്റെ പുറകെ പോകരുത്. റോമർ 6:17 നിങ്ങളെ പഠിപ്പിച്ച ഉപദേശത്തിൽ ഹൃദയപൂർവ്വം നിന്ന് അത് അനുസരിക്കുകയും നീതിക്ക് ദാസന്മാരായി തുടരുകയും വേണം. നീതിക്ക് ദാസന്മാർ. ഇന്നലെ ഒരു ചരിത്ര പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്തൂടെ പോകാൻ എനിക്ക് സാധിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഭാഗമാണ്. ആരോ സഹോദരന്മാർ കേരളത്തിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതാണ്. അയച്ചു തന്നിട്ട് നാൾ കുറേ ആയെങ്കിലും വായിക്കാൻ സാധിച്ചത് ഇന്നലെയാണ്. ഒരു ചരിത്ര പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്തൂടെ പോയി അവിടെ സേവനം എന്ന വാക്കിൻ്റെ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന വിശദീകരണമാണ്. ഗവൺമെൻറ് എപ്പോഴെങ്കിലും ആവശ്യപ്പെടുമ്പോഴോ അവരവരുടെ ഏരിയയിലുള്ള പ്രധാന ജന്മികൾ ആവശ്യപ്പെടുമ്പോഴോ യാതൊരു പ്രതിഫല ഇച്ഛയും കൂടാതെ, യാതൊരു പ്രതിഫലവും വാങ്ങാതെ അവരാവശ്യപ്പെടുന്നിടത്തോളം സമയം അവിടെ നിന്ന് ചെയ്തു എടുക്കുന്ന അടിമവേലയാണ് സേവനമെന്ന് വിളിക്കുന്നത്. താവിൻ്റെ സേവകന്മാരെന്നൊക്കെ പറയുമ്പോഴേ ആ വാക്കിൻ്റെ ഗൗരവം, ഇതെല്ലാം കോടതികൾ വിധിച്ചിരിക്കുന്ന ഓരോ വിധി ഓരോ സമയത്തുണ്ടാക്കിയ ഡെഫിനിഷനുകളാണ്. ഞാൻ അങ്ങോട്ട് അതിൽ കൂടുതൽ പോകുന്നില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ സേവകന്മാരാണ്, നീതിക്ക് ദാസന്മാരാണ്. 1 തീമോഥെയോസ് 3:15 സഭയിലെ നടപ്പിനെ കുറിച്ച് പറഞ്ഞു. ഗലാത്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് സംസാരിച്ച സുവിശേഷം, പൗലോസ് പറയുകയാണ്, മാനുഷികം അല്ല, അത് ദൈവത്തിങ്കിൽ നിന്നാണ്, ദൈവത്തിങ്കിൽ നിന്ന് ഞാൻ പ്രാപിച്ചതാണ്, കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതെന്ന് നാം പറയുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 3:6 ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏവനോടും അകന്ന് സൂക്ഷിച്ചു കൊള്ളുക. അപ്പോസ്തലപ്രവൃത്തി 20:29 ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. അവർ വിപരീത ഉപദേശങ്ങൾ പ്രസ്താവിക്കുന്നവരായിരിക്കും. അവർ ദൈവത്തിങ്കിൽ നിന്ന് ജനത്തെ തങ്ങളുടെ അടുക്കലേക്ക് വലിച്ചു കളയേണ്ടതിന് സമ്പ്രദായങ്ങൾ മാറ്റിക്കുറിക്കുന്നവരായിരിക്കും. എന്നെ ഭയങ്കര പദപ്രയോഗങ്ങളാണെന്നറിയാമോ? ഭയങ്കര പദപ്രയോഗങ്ങൾ. ഞാൻ സാത്താൻ്റെ ബൈബിളിനെ ഒന്ന് കൊണ്ടുവരേണ്ടതായിരുന്നു, ഇപ്പം എനിക്ക് ഒക്കത്തില്ല. സാത്താൻ്റെ ബൈബിളിനെ കുറിച്ച് ചില വാചകങ്ങൾ കഴിഞ്ഞ ദിവസം എൻസൈക്ലോപീഡിയ നോക്കിയപ്പോൾ ഇങ്ങനെ കാണാനിടയായി. ഈസി അബൈഡബിൾ, ഈസി അക്സെപ്റ്റബിൾ ലോസ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണങ്ങൾ ഈസി അല്ല, വില കൊടുക്കാതെ അനുസരിക്കാൻ ഒക്കത്തില്ല. ഈസിയായി അനുസരിക്കാവുന്ന രൂപത്തിലേക്ക് അവയെ തിരിച്ചിട്ടാൽ സാത്താൻ്റെ ബൈബിളായിരുന്നു. ദൈവപ്രമാണം അനുസരിക്കുന്നത് ഈസി അല്ല, അതിന് വില മുടക്കിയേ പറ്റൂ, പക്ഷേ സ്വർഗത്തിൽ പോവും. യവൻ്റെ പ്രമാണങ്ങൾ ഇറ്റ് ഈസ് ഈസി അക്സെപ്റ്റബിൾ, ഈസി ടു ഒബേ, ഈസി ടു പ്രാക്ടീസ്. അങ്ങനത്തെ ചിലത് കൊണ്ടുവരും. ലോകം അതിന് അനുകൂലമായിരിക്കും. അതാണ് സാത്താൻ്റെ ബൈബിളിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന്. നിൽക്കട്ടെ, 2 തെസ്സലോനിക്കർ 2:15 വാക്കിനാലോ ലേഖനത്താലോ ഞങ്ങൾ തന്നത് അംഗീകരിക്കാത്തവനെ എഴുതി തള്ള്, പക്ഷേ ഞങ്ങൾ എഴുതിയെന്ന ഭാവേന ദുരുപദേശങ്ങൾ വന്നു കയറിയാൽ അതിനോട് നിങ്ങൾ എതിർത്ത് നിൽക്ക്, അദ്ദേഹം പറയുന്നത് കാണാം. 1 കൊരിന്ത്യർ 7:1-7 വരെയുള്ള വാക്യങ്ങളിൽ വിവാഹ ജീവിതത്തെക്കുറിച്ചും 27-ാം വാക്യത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ചും വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട, തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അതൊരു നിർബന്ധമല്ല. 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നു, നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്, ആ തന്ന പോലെ തന്നെ കൈ
കൈകാര്യം ചെയ്തേ മതിയാകുള്ളൂ. അതിന് സ്വാതന്ത്ര്യമില്ല. അത് തന്ന പോലെ തന്നെ ദ ഓർഡർ ഈസ് സെറ്റ്, ദ പാറ്റേൺ ഈസ് സെറ്റ്. അത് അതുപോലെ അംഗീകരിച്ചേ പറ്റൂ. കൃപാവരങ്ങളുടെ ഉപയോഗത്തിൻ്റെ പാറ്റേൺ 14-ാം അധ്യായത്തിലുണ്ട്. 1 കൊരിന്ത്യർ 9:24 ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണെങ്കിലും വിരുദ് പ്രാപിക്കുന്നവൻ ഒരുവനേ ഉള്ളൂ. നിങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഓട്. ഇന്ന് പകൽ കർത്താവേ, പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവാൻ തൃക്കരങ്ങളിൽ തരുന്നുവെന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പറയാം. ദൈവകൃപ നമ്മുടെ കൂടി ഇരിക്കട്ടെ. എനിക്കൊരു 4-5 പേജുകൾ ഓടിച്ച് വായിച്ചു വിടാനുണ്ട്, അല്ലെങ്കിൽ പറയാനുണ്ട്. വരുന്ന ആഴ്ച കർത്താവ് വരാൻ താമസിച്ചാൽ, അവസരം ലഭിച്ചാൽ നമുക്ക് അതുവഴി പോകാമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ പറഞ്ഞത് ഒരുപാട് ഭാഗങ്ങൾ മനസ്സിലായി. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന ദൂതന്മാർ പഴയ നിയമത്തിൽ ഉറപ്പിച്ച, പുതിയ നിയമത്തിൽ അപ്പോസ്തോലന്മാരെ അതിനുപയോഗിച്ച, മോശയെ 40 ദിവസം പർവ്വതത്തിൻ്റെ മുകളിൽ ഇരുത്തിയെങ്കിൽ അതിൽ കുറയാത്തൊരു സമയം, ഒരു കാലഘട്ടം പൗലോസിനെ സ്വർഗത്തിൽ കൊണ്ട് ഇരുത്തി കാര്യങ്ങൾ പഠിപ്പിച്ച് കാണിച്ചു കൊടുത്ത് വിശദീകരിച്ചേച്ച് തറയിലോട്ട് വിട്ടതുപോലെ നമുക്ക് വേണ്ടി ദൈവം വലിയത് കൈമാറി. മോശ തൻ്റെ 5 പുസ്തകങ്ങൾ എഴുതുമ്പോൾ ഒരു സംശയത്തിൻ്റെ ലെവലേശമില്ല. കർത്താവ് പറഞ്ഞത് ഓർമ്മയുണ്ട്. കാര്യം വേറൊരു അന്തരീക്ഷത്തിലാണ് പ്രാപിച്ചത്. അതുപോലെ തന്നെ പൗലോസിന് പറയാം, എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ ആകാശത്തോട് യുദ്ധം ചെയ്യുന്നത് പോലെയല്ല മല്യുദ്ധം ചെയ്യുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ എന്തുവാ ചെയ്യുന്നതെന്ന്. ആരെ വിശ്വസിച്ചു എന്ന് എനിക്കറിയാം. ഞാൻ എവിടേക്ക് ഓടുന്നുവെന്ന് എനിക്കറിയാം. എനിക്ക് യുദ്ധമുള്ളത് ആരോടെന്നറിയാം. ഇന്ന് പകൽ ദൈവസഭയ്ക്ക് പറയാമോ, സംശയരഹിതമായി തിരുവചനത്തിൻ്റെ വ്യവസ്ഥ ഞങ്ങൾക്ക് അറിയാം. അത് അറിഞ്ഞുകൊണ്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെ ആക്കിയിരിക്കുന്നു. ആകയാൽ ഈ ഓർഡിനേഷൻ ഞങ്ങൾക്ക് ലഭ്യമാണ്. ഒത്തിരി ഗൗരവമുള്ള ഭാഗങ്ങളിലേക്കോ ഞാൻ ഇന്നലെ ആരോടോ പറഞ്ഞത് ഒരു പുസ്തകമാക്കി എങ്ങനെ പുറത്ത് വന്നെങ്കിലേ ഉള്ളൂ. ഈ ആയുസ് കൊണ്ട് പ്രസംഗിച്ച് തീർക്കാൻ ഒക്കുകയില്ല. കാര്യം അത്രയും വിവരങ്ങൾ. കഴിഞ്ഞ 2 മാസങ്ങളോളം ഞാൻ കിടപ്പിലായിരുന്നെങ്കിലും ആ സമയങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവ് ഗൗരവമായി ഇടപെട്ടുകൊണ്ടിരുന്നു. പല ദിവസത്തെയും അനുഭവങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലായിരുന്നു. ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുവാൻ അവസരം തന്ന ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ നന്ദിയോടെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽ ദൈവനാമത്തോട് അടുത്തു വരുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, തിരുവചനത്തിനു വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുവാൻ തിരുമേനി ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ ശ്രദ്ധിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിക്കുന്ന കർത്താവേ, വ്യത്യസ്ത ചാനലുകളിൽ, വ്യത്യസ്ത മീഡിയകളിൽ, വെബ്സൈറ്റിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ ഓർക്കുന്നു. ഇതിനകത്ത് നേരിട്ടിരിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. വിഭിന്ന ചാനലുകളിലൂടെ നാളത്തേത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നവരെ ഇന്നേ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ജനത്തിൻ്റെ മേലിരിക്കട്ടെ. ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ കാണട്ടെ. ഈ പുസ്തകം വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നുള്ള തിരുവചന പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ സഭയായി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരനുഗ്രഹിക്കപ്പെട്ടവർ, വാഴ്ത്തപ്പെട്ടവർ. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോടുകൂടി ഇരിക്കണം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.